ഗൈസ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഗൈസ്. അപ്പം മലേഷ്യ വ്ളോഗുമായിട്ട് വീണ്ടും മലേഷ്യ. ഇനി ഇവിടെ തന്നെയാണ് ഗൈസ്. വീണ്ടും മലേഷ്യ എന്ന് പറയുന്നത് ഇനി ഇവിടെ തന്നെയാണ്. നമ്മുടെ ബ്രോ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ നമ്മളൊന്ന് പുറത്തോട്ട് പോയായിരുന്നു. അതിന് പിന്നെ ഭയങ്കരമായിട്ട് വശിക്കുന്ന ഗൈസ്. കൊണ്ട് ബിസ്ക്കറ്റ് തിന്നു. നമ്മൾ റൂമിലുള്ള ഞാൻ വ്ളോഗ് ഒത്തിരി വലിച്ചു നിൽക്കുന്നില്ല. ഷോർട്ടാക്കാൻ ഒരു അരമണിക്കൂറിൽ കൂടാതിരിക്കാൻ ഞാൻ ശ്രമിക്കാം. വന്ന് വ്ളോഗിൻ്റെ ഒക്കെ ലെങ്ത് കൂടിക്കൊണ്ടിരിക്കും. പണ്ടൊക്കെ ഒരു 10 മിനിറ്റ് എടുക്കാൻ തന്നെ പാടെ. ഇപ്പോൾ 1 മണിക്കൂറൊക്കെ വ്ളോഗ് വരുന്നത്. എന്നാന്ന് എനിക്ക് അറിയത്തില്ല ഗൈസ്. കാണിക്കാതെ പോലെ ഉള്ളതുകൊണ്ട് ചുമ്മാ ഓണാക്കിയിട്ടിട്ട് അന്ന് ചുമ്മാ സംസാരിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഞാൻ ഒത്തിരി വെറുപ്പിക്കുന്നില്ല. ഇനിയിപ്പോൾ നമ്മൾ മെട്രോ കയറിയ ഒരു സ്ഥലത്തോട്ട് പോവുക. ഇവിടുത്തെ ഒരു ഫേമസ് ആയിട്ടൊരു സ്ഥലമാണ്. പേരെന്താ ബ്രോ? പേരെന്താ നമ്മൾ പോകുന്ന സ്ഥലത്തിൻ്റെ? ബ്രോ നമ്മൾ പോകുന്ന സ്ഥലത്തിൻ്റെ പേരെന്നാ? എന്നാ ബുഗേട്ടെ എന്നാ കേരള കീഴിലുള്ള തന്നെ വളർന്ന് കൊടുക്കും. ബ്രോ ഇപ്പം നോക്കിട്ട് പറയും. ബ്രോ ടെൻഷനായി പറ അങ്ങോട്ട് പറ ബ്രോ അങ്ങോട്ട്. സ്കൂളിലൊക്കെ സാറന്മാർ ചോദ്യം ചോദിക്കുന്നവരുണ്ട്. ബുക്കിട്ട ബിങ് ടാങ്ക് അങ്ങനെ വായിക്കണം. അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. മലേഷ്യയെ പറ്റി റിസർച്ച് ചെയ്തവർക്കറിയാം സ്ഥലത്തിനെ പറ്റി. ഇവിടെ നൈറ്റ് ലൈഫാണ്. ഇപ്പോൾ സമയം 7:15. എന്നിട്ട് ഇവിടുത്തെ നോക്ക് ഗൈസ്. ഇവിടുത്തെ ലൈറ്റ് നോക്ക് പോലെ കേട്ടോ. ഇവിടെ ഒരു 7:45 കഴിയുമ്പോഴായിരിക്കും ഇരുട്ടാവുന്നത്. ഇവിടെ ഡേ കൂടുതൽ, നൈറ്റ് കുറവാണ് അല്ലേ ബ്രോ? അതിനകത്ത് കയറി കഴിഞ്ഞാൽ ആരും പറയുന്നൊന്നും കേൾക്കത്തില്ല. അതാണ് ബ്രോയുടെ ലോകം. ഓക്കെ, അണ്ടർസ്റ്റാൻഡ്? ഇനി ഈസിയായിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങട്ടെ ഗൈസ്. അങ്ങനെ നമ്മൾ ലിഫ്റ്റൊക്കെ കയറിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി. നമ്മൾ ഗ്രൗണ്ടിൽ പോകണം. നമ്മൾ 16ാമത്തെ നിലയിൽ നിന്ന് ഗ്രൗണ്ടിൽ പോകണം ഗൈസ്. അതാണ് നമ്മുടെ കോസ്റ്റ്യൂം. ഓക്കെ, ആണ് ബ്രോയുടെ കോസ്റ്റ്യൂം. ഓക്കെ, ബ്രോയുടെ മെട്രോ സെർച്ചിങ് ആണ്. ബ്രോ ഇങ്ങനെയാണ് എല്ലാം വല്ല ഡീറ്റെയിൽ ആയിട്ട് നോക്കി. നമ്മൾ താഴെ ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ ഉള്ള പിള്ളേരുടെ സൈക്കിളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. നമ്മൾ മെട്രോയിലോട്ട് പോവുക. പിന്നെ ബ്രോ അവിടെ വഴിയില്ല, ഇതുവഴി തന്നെ പോകണം. ബ്രോ എളുപ്പ വഴി ഉണ്ടാവും. ഇതാണ് നമ്മുടെ അപ്പാർട്ട്മെൻറ്റ്. ഇതാണ് നമ്മുടെ ബ്ലോക്ക്. കൊണ്ടോ നമ്മളവിടെ ഇവിടെ ഒന്നുമല്ല, അപ്പുറം കണ്ട. നമ്മളിങ്ങനെ പുറത്തോട്ട് ഇറങ്ങുവാണ് ഗൈസ്. ഇപ്പോൾ ഞാൻ വീഡിയോയുടെ ക്വാളിറ്റി കുറച്ചിട്ടുണ്ട്. അപ്പം വീഡിയോയുടെ ക്വാളിറ്റി ഇത്ര 4K ഇട്ടാണ് എടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഞാൻ 4K മാറ്റി. ഇത് നമ്മൾ ഇന്നലെ വന്ന കാറാണോ? ആ ബ്രോ ആണോ? ആണോ? അല്ലല്ല, ആണോ? നമ്മൾ ഇന്നലെ കൊണ്ടുവിട്ട ബ്രോ ആണോ എന്ന് എനിക്കൊരു ഡൗട്ട്. ആ തമിഴ് ബ്രോ. ഇവിടെ ആംബിയൻസ് ലൈറ്റൊക്കെ കണ്ടു. ഈ അപ്പാർട്ട്മെൻറ്റിന് ഫുൾ ടൂർ വേണമെങ്കിൽ കാശ് നിങ്ങൾ പറ. ഞാൻ ഇവിടെ മൊത്തമുള്ളൊരു വീഡിയോ സെറ്റ് ചെയ്ത് തരാം. ഇവിടെ മൊത്തമുള്ള ഈ അപ്പാർട്ട്മെൻറ്റ് എല്ലാ ബ്ലോക്കിൻ്റെ താഴെ കൂടെ പോയി. എല്ലാ ബ്ലോക്കും കയറി ഇറങ്ങാൻ പറ്റത്തില്ല. നമ്മുടെ ബ്ലോക്കിൽ കയറി ഇറങ്ങും. ബാക്കിയുള്ള ബ്ലോക്കെല്ലാം ഒന്ന് കാണിച്ചു തരും. ഇവിടുത്തെ പൂള്, പാർക്ക് എല്ലാം എന്തോരം ഉണ്ടെന്ന് മൊത്തം ഞാനിതുവരെ ഓടി നടന്ന് കണ്ടിട്ടില്ല. ഞാൻ ഇന്നലെ പോയി പൂളിൽ പോയി ചാടി. ഞാൻ കിടില് പോയി. പ്രോനെ കുറേ വിളിച്ച് ഞാൻ. പ്രോ വരത്തില്ല. പ്രോയ്ക്ക് നീന്തലറിയത്തില്ലാത്തതുകൊണ്ട് പേടിയാവുന്നു അല്ലേ? പറച്ചിലായിട്ടൊന്നും എനിക്കിവിടെ ഭയങ്കരമായിട്ട് നീന്തല. എനിക്ക് നീന്തലൊന്നും അറിയത്തില്ല. ഇനി ഞാൻ വ്ളോഗ് എടുക്കുമ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ചാടുന്ന നേരം നൈസാണ്. 10 മണി വരെ ഉണ്ട്. 10 മണി കഴിഞ്ഞാൽ ഇല്ല. 10 മണി വരെ. അതിന് മുന്നേട്ട് 9:45 ആകുമ്പോൾ പൂള് ക്ലോസ് ചെയ്യും. അതിന് മുന്നേ പോയി ചാടുന്നിടത്ത് ചാടാം. അങ്ങനെയാണ് ഗൈസ്. ഇനി ഞങ്ങൾ അങ്ങോട്ട് ചെല്ലട്ടെ. ഇതിൽ നമുക്ക് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല. ഇത് അവിടെ പോയി ടാപ്പ് ചെയ്യണം. ഇത് നമ്മുടെ അപ്പാർട്ട്മെൻറ്റിന് മാത്രം കട. ഇതാണ് എൻട്രൻസ്. തിരിച്ച് കയറുന്ന അതുവഴി. ഇറങ്ങുന്ന ഇതിൽ വണ്ടിയൊക്കെ എൻ്റർ ചെയ്യുന്ന ഇതിൽ, എക്സിറ്റ് അതിൽ. ഇതെങ്ങനെ ടാപ്പ് ചെയ്യുന്നത് കാണിച്ചു തരാം ഗൈസ്. ഇങ്ങനെ വെക്കുക, അതേ സൗണ്ട് വെക്കുക, തള്ളുക, ഇത്രയുള്ള പരിപാടി. അപ്പോൾ നമ്മൾ റോട്ടിലിറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഇപ്പം 1080p 60 FPS എടുക്കുന്നത്. ഫുൾ HD 60 FPS. ഇത്ര നാൾ 4K 30 ഇട്ട് എടുത്തുകൊണ്ടിരുന്നത്. ഫോണ് സ്പേസ് ഇല്ല ഗൈസ്. എന്നൊക്കെ കളഞ്ഞിട്ട് ശരിയാവുന്നില്ല. ഇപ്പോൾ ഒരു കുറച്ച് GB ഉണ്ട്, കുഴപ്പമില്ല. എനിക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യാം അത്യാവശ്യം. ഇതാണ് നമ്മുടെ ഇവിടെയുള്ളൊരു കോംപ്ലക്സാണ്. നമ്മൾ അവിടെ 99 എന്ന് പറഞ്ഞൊരു
അയ്യോ ഈ കാടെടുത്ത് ആത്തരുത്. ഈ കാടെങ്ങാനും കളഞ്ഞ വിനി വഴക്ക് പറയും. വിനിക്ക് പിന്നെ 10,000 രൂപ അങ്ങോട്ട് കൊടുക്കുന്നു. അങ്ങനെയാണ് ഗൈസ് കാര്യങ്ങൾ. ബ്രോ അങ്ങ് പോവുക. ബ്രോ ഇങ്ങനെ ഫോണിൽ ഇങ്ങനെ ഓരോ നോവലൊക്കെ വായിക്കും. അങ്ങനെ നോവലൊക്കെ വായിച്ചിട്ട് പുള്ളി അങ്ങനെ പോവും. എന്നിട്ട് പുള്ളി ഫുൾ ടൈം പുള്ളി ഫോണിനകത്താം. എന്നിട്ട് ആ ഫോണ് കണ്ടിട്ട് പുള്ളി ഇരുന്ന് ഇങ്ങനെ ചിരിക്കുന്നതാണ്. ഇങ്ങനെ ഇരുന്ന് തന്നെ ഇരുന്ന് ചിരിക്കും. അങ്ങനെ പൊട്ടിച്ചിരിയല്ല തന്നെ കാണിക്കുക. പൊട്ടിച്ചിരിയല്ല, ബ്രോ ഇങ്ങനെ ഇങ്ങനെ ചിരിച്ചു. എന്നിട്ട് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ വായിച്ചു വിടുന്നതാണ്. ഇങ്ങനെ ഇത് സൂക്കേട് പിടിച്ച പൂച്ച അങ്ങോട്ട് നടക്കട്ടെ കൈ. ഇവിടെ പിന്നെ ഇങ്ങനെയല്ല, നമ്മൾ പബ്ലിക്കിൽ സീട്ട് വലിക്കുക അങ്ങനത്തെ സീനൊന്നുമില്ല. എവിടെ നിന്ന് വേണമെങ്കിലും ആൾക്കാർ സീട്ട് വലിക്കുന്നില്ല. ഞാൻ ഇതുവരെ നോട്ടീസ് ചെയ്ത കാര്യമാണ്. എവിടെ നിന്ന് വേണമെങ്കിലും സീട്ട് വലിക്കുക. ഇവിടെ അങ്ങനെ പെനാൽറ്റി ഒന്നും കിട്ടത്തില്ല. നല്ല ഇങ്ങനെ ആൾക്കാർ കാണുന്നിടത്തൊക്കെ നിന്ന് സീട്ട് വലിക്കുന്നില്ല. ഞാൻ നോക്കുമ്പോൾ ചിലപ്പോൾ ഇപ്പോൾ സൂപ്പർ മാർക്കറ്റിൻ്റെ ഫ്രണ്ട് അവിടെ നിന്ന് വലിക്കാൻ തോന്നുമ്പോൾ അവിടെ നിന്ന് വലിക്കുന്നു. റെസ്റ്റോറൻറ്റിൻ്റെ അകത്തിരുന്ന് വലിക്കുന്നു. പക്ഷേ അപ്പുറം നിൽക്കുന്ന ആൾക്ക് ഈ വലിക്കുന്ന ഇഷ്ടമല്ല, അവർക്കൊരു ബുദ്ധിമുട്ടാണ്. പക്ഷെ അതങ്ങനെ അങ്ങ് പെറ്റി കൊടുക്കേണ്ടടുത്ത് പെറ്റി കൊടുക്കണം കൈസ്. ഇതൊരു ബസ് സ്റ്റോപ്പാണ്. നമ്മളിത് കയറി അപ്പുറം ചെല്ലുമ്പോഴാണ് മെട്രോ സ്റ്റേഷൻ. ഈ സ്കൈ വോക്ക് ചെയ്ത് അപ്പുറം ചെല്ലുമ്പോൾ മെട്രോ. സ്റ്റെപ്പ് നോക്കി നടന്നില്ല ഞാൻ ഇവിടെ കുട്ടി വീടും. അത് ഉറപ്പാണ്. ഇതിലൊക്കെ മെട്രോ ഇറങ്ങിയിട്ട് വരുന്നതാണ്. ഈ മെട്രോ പോണേലും വേണം കൈസ് കാർഡ്. ഇത് കയറി അപ്പുറം ചെല്ലട്ട കൈസ്. ഇത് വരാം മെട്രോയുടെ അങ്ങോട്ട് പോവാൻ. ഇപ്പം അങ്ങനെ പരിപാടിയൊന്നും ഇല്ല. നമ്മളിന്നലെ കാർഡ് എടുത്തുള്ളതുകൊണ്ട് മലയാളിയാണ്. ടിക്കറ്റ് നമ്മൾ തന്നെ എടുക്കണം. ആ കാർഡ് ഇട്ട് ടാപ്പ് ചെയ്യണം. കാർഡ് എടുക്കട്ടെ കൈസ്. ഇവിടെ നടപടിയാവുന്നില്ല കൈസ്. ഞാൻ ഏണ്ടൊക്കെ സെലക്ട് ചെയ്തു, പക്ഷേ അങ്ങോട്ട് ഓക്കെ ആവുന്നില്ല. നമുക്ക് അയ്യോ പറ്റാൽ നമുക്ക് എവിടെ പോകണ്ടേ? ഇവരുടെ ഭാഷയായി ഇംഗ്ലീഷ് കൊടുക്കണോ പിന്നെ കുഴപ്പമില്ല. പിടിയോ ഇതല്ലേ ആദ്യം അവിടെ ചെല്ലണോ? അതെങ്ങനെ 3 റിങ്കറ്റാണോ? അങ്ങനെ ഒന്നും ഇങ്ങോട്ട് മനസ്സിലാവുന്നില്ല ഗൈസ്. യൂട്യൂബിൽ വല്ല നോക്കട്ടെ. കാർഡിനകത്ത് നമുക്ക് ട്രാവൽ ചെയ്യാൻ. അപ്പോൾ നമ്മൾ അവിടുത്തെ ടിക്കറ്റ് ഒന്നും എടുക്കണ്ട. അതില്ലാത്തവരാണ് അവിടെ പോയി എടുത്തേക്കും. പുള്ളി ക്യാഷ് അതിനകത്തുണ്ട്. നമ്മളിതിന് ടാപ്പ് ചെയ്തിട്ട് ഇറങ്ങേണ്ട സ്റ്റേഷനിലങ്ങ് ഇറങ്ങിയാൽ മതി. അപ്പോൾ ഇതിൽ നിന്ന് പൈസ അങ്ങ് കൊടുക്കുള്ളൂ. എത്ര രൂപയാണെന്ന് വെച്ചാൽ ഇത് ഞങ്ങൾ 50 ടിക്കറ്റിന് ചാർജ് ചെയ്തിട്ടുണ്ടോ? അതെ ഇതിങ്ങനെ പുള്ളി പോയി. എൻ്റെ ബാലൻസ് അതേ കാണിച്ചു. അതിനൊത്ര അത്ര പൈസ പോയോ? ഇത്രേ ഉള്ളൂ. ഇനി നമ്മൾ മേളോട്ട് പോകും. ഈ മേളോട്ട് പോകും. സൗണ്ട് കേട്ടല്ലേ? സൗണ്ട് മെട്രോ വരുന്നതിൻ്റെ സൗണ്ട് പിടിക്കും. അവിടെ നിന്ന് ആര് പിടിക്കും? നമ്മൾ ഇറങ്ങേണ്ട സ്റ്റേഷൻ കറക്റ്റ് അങ്ങ് ഇറങ്ങിയാൽ മതി. എസ്കലേറ്ററെ കയറുക. ഇത്രയുള്ള പരിപാടി. ഞങ്ങളാണോ അപ്പുറം നിൽക്കുന്ന പുള്ളിയോടിയാ. പുള്ളി എന്നിട്ട് എന്നാ പറഞ്ഞത്? ആ പുള്ളി കാർഡ് പൈസ മനസ്സിലായി. ഒരു കിടില സ്പെക്ക് ഉണ്ടല്ലേ? കിടില സ്പെക്കാണ്. ഇറ്റ്സ് എ റയർ വൺ. റയർ വണ്ണൊന്നുമില്ല, മാറണേ. ഇനി ഇവിടെ വെയിറ്റ് ചെയ്യണം ഗൈസ്. ഇതാണ് മെട്രോ. നമ്മൾ റൂമിൽ ഇരുന്ന് കാണുന്ന മെട്രോ. ഇങ്ങനെയാണ് പരിപാടി. നമ്മളിറങ്ങേണ്ട സ്റ്റോപ്പ് എന്ത് ചെയ്യും? നമ്മളിറങ്ങേണ്ട സ്റ്റോപ്പ് കാണുന്നില്ല ഗൈസ്. ഇതിൻ്റെ അകത്ത് പ്ലാറ്റ്ഫോം 2 തന്നെയാണെന്ന് ഉറപ്പാണോ? ഇതിനകത്ത് KL9. KL9 ഇവിടെ ചെന്നിട്ട് അവിടെ നിന്നേ പോകല്ലേ? ഇവിടുന്ന് ഡയറക്റ്റ് ഇല്ല. അങ്ങോട്ടില്ല. ബുക്കിട്ടാ അങ്ങോട്ട് ഇവിടുന്ന് ഡയറക്റ്റ് ഇല്ല ഗൈസ്. അപ്പോൾ നമ്മൾ പ്ലാറ്റ്ഫോം നമ്പർ 2 നിൽക്കണം. ഇതാണ് 2 പ്ലാറ്റ്ഫോം നമ്പർ 2. ഇവിടെ ഒരു മെട്രോ തുറന്നു നടക്കുന്നുണ്ട്. എന്തോ കംപ്ലൈൻ്റ് ആയിരുന്നു, ഒന്നും അടയുന്നില്ലല്ലോ. ഈ പുള്ളിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു. ഈ പുള്ളീനെ താഴെ വെച്ച് ഇവിടെ അപ്പാർട്ട്മെൻറ്റ് ഇവിടെ വന്നാൽ കാണാതെ. ഞാൻ പണ്ട് കൊച്ചി മെട്രോയിൽ ചെന്നിരുന്നപ്പോൾ ഈ മഞ്ഞിൽ
ട്രെയിൻ വരാൻ നേരം ഞാൻ മഞ്ഞ ലൈറ്റ് അപ്പുറം അവിടുന്ന് അങ്ങനെ എന്താ പറയുക വിസിലടിക്കാൻ തുടങ്ങി. ഇവിടെ ഗ്രില്ലുണ്ടോണ്ട് കുഴപ്പമില്ല. നമ്മുടെ അപ്പാർട്ട്മെൻറ്റ് ഇതാന്ന് തോന്നുന്നു. ഇതാ അപ്പാർട്ട്മെൻറ്റ്. ഇതാണ് നമ്മുടെ അപ്പാർട്ട്മെൻറ്റ്. ഇത് നമ്മുടെ ഇങ്ങനെ ഇറങ്ങി ചെന്ന് അങ്ങനെ അതാ നമ്മുടെ അപ്പാർട്ട്മെൻറ്റ്. അതിലേതോ ഓർമ്മ. അയ്യോ ട്രെയിൻ വന്ന് കഴിച്ചു, ഞാൻ മറന്നു. അടഞ്ഞടഞ്ഞു എത്ര ഒന്നും അറിഞ്ഞില്ല ഗൈസ്. അവരെക്കാളും മുന്നേ നമ്മൾ പോകുന്നു. സ്പീഡുണ്ട് കേട്ടോ. പക്ഷേ നൈറ്റ് ആയതുകൊണ്ട് പുറത്തോട്ട് കൂൾ ഫിലിം അടിച്ചേക്കും, ഒന്നും കാണാൻ പറ്റും. ഇറങ്ങേണ്ട ശേഷം അവിടെ നോക്കിയിട്ട് ഇറങ്ങും, അത്രേ ഉള്ളൂ പരിപാടി. അതിന് ഈ കാട് അതിനകത്ത് പോയിട്ട് മെഷീനിൽ പോയി നോക്കുന്നത്. പറ എന്താ പറയാൻ വന്നേ? ലാസ്റ്റ് പേയ്മെന്റ് പോകും. ഞാനത് തൊട്ടുമ്പോയില്ലേ പെട്ടെന്ന് 49 റിംഗിറ്റ് കാണിച്ചു. അവർക്ക് 49 രൂപ പോയി. നമ്മളെ ബാലൻസ് കാണിച്ചു. സൗണ്ട് കേട്ടോ, ടെർബോ അങ്ങേറ്റം വരെ ആൾക്കാർ ഇരിപ്പുണ്ട്. ഞങ്ങൾ ഇറങ്ങുന്ന സ്റ്റേഷൻ വരട്ടെ ഗൈസ്. വല്ല നല്ല കാഴ്ചകളൊക്കെ ഉണ്ട്, കാണിക്കും. മലേഷ്യ അല്ലേ രാത്രി കാണുന്ന ഒരു രസമാണ് ഗൈസ്, പറയാതിരിക്കും. ഇത് നമ്മുടെ മറ്റേ ലോട്ടസിൻ്റെ അവിടെ, നമ്മുടെ സൂപ്പർ മാർക്കറ്റ്. നമ്മൾ കഴിഞ്ഞ ദിവസം വന്ന സൂപ്പർ മാർക്കറ്റിൻ്റെ അവിടെ ഗൈസ്. ഇവിടുന്ന് ഇനി എത്ര പേര് കയറും നോക്കാം. ഫസ്റ്റ് ആദ്യം കയറും നോക്കാം. ബ്രോയിനെ വിളിച്ചില്ലെങ്കിൽ ഇത് പോയനല്ലേ, ഈ മെട്രോ പോയനല്ലേ. ചേച്ചിമാരിവിടെ ഇറങ്ങും. സ്പെക്ക് വെച്ച് കാണിക്കാം ഗൈസ്. വെയിറ്റ് സ്പെക്ക് നോക്കുക ഗൈസ്. ഇങ്ങനെ വെക്കണ്ട ഗൈസ്. എന്നിട്ട് ഇങ്ങനെ ഇതുവഴി വിഷൻ അങ്ങനെ ശരിക്കും ഇത് ഇങ്ങനത്തെ കണ്ണാടി ഉണ്ട്. ഇങ്ങനത്തെ കണ്ണാടി വെക്കുന്നത് കാഴ്ചയ്ക്ക് എന്തോ, പിന്നെ വായിക്കാൻ നേരം കാഴ്ചയ്ക്ക് വേണ്ടി. അപ്പോൾ ഇങ്ങനെയല്ല വായിക്കുന്നത്, വായിക്കാൻ നേരം ഇങ്ങനെ കാണും, അല്ലാത്തപ്പോൾ ഇങ്ങനെ കാണും. അങ്ങനെ ഉള്ളവർക്ക് വേണ്ടിയുള്ള ക്ലാസ്. എനിക്ക് കാഴ്ചയ്ക്ക് കുറവാണെന്നല്ല, ചുമ്മാ സ്റ്റൈലിന് വെച്ചേ, ചുമ്മാ ഏത് നമ്മുടെ സ്റ്റേഷൻ എത്തണം ഗൈസ്. നോക്ക് ഗൈസ്, ചളിയാ ഇതെന്തായി കാണുന്നത്? നമ്മുടെ മറ്റേ ട്വിൻ ടവർ കേട്ടോ. ഈ വ്യൂ കൊള്ളാം ഗൈസ്. ഇത്രയും കൂൾ ഫിലിം അടിച്ചിട്ടില്ല. രാത്രി നല്ലതായിട്ട് വിഷ്വൽ കിട്ടിയാൽ. എന്നാൽ പകല് ഫുൾ ടൈം മെട്രോ ഓടുന്നില്ല, അപ്പോൾ പകല് വെയിലടിക്കാതിരിക്കാൻ വേണ്ടി അടുത്തൊരു സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. പസാർ സിനി എന്ന് പറഞ്ഞാൽ അടുത്ത്. ഇവിടുന്ന് നേരെ ബുക്കിറ്റങ്ങിലോട്ട് മെട്രോ ഉള്ളു. ഇനി താഴെ ചെല്ലണം നമ്മൾ. താഴെ മെട്രോയ്ക്കകത്തുനിന്ന് നൈറ്റുള്ളൊരു വ്യൂ ഉണ്ട് ഗൈസ്, അതൊരു രക്ഷയില്ല. മലേഷ്യ അല്ലേ രാത്രി കാണാൻ ഒരു രസമാണ് ഗൈസ്, ഒന്നും പറയാനില്ല. രാത്രി കാണാൻ ഒരു രസമാണ്. അങ്ങോട്ടാ പോകുന്നത് പ്ലാറ്റ്ഫോം നമ്പർ 1. എന്നിട്ടിനി ബുക്ക് ഒറ്റ നടത്തി എന്തൊക്കെ ഇതിലൊക്കെ നടക്കുന്നു. അപ്പോൾ ഭയങ്കര നാണക്കാരനാണ്, ഞാൻ ചെയ്യാൻ. ഗൈസ് എവിടെയാ ബ്രോ? ഇതിനും താഴെയാണോ? ഇതിൻ്റെയും താഴെയായിരിക്കും. ഇതുവഴിയാണ്. ഇതിപ്പോൾ എത്ര മെട്രോയോ ഒരു സ്ഥലത്ത് തന്നെ? ഇത് മനസ്സിലാവില്ല. ഇവിടെ നമ്മൾ ഇവിടെ ചെന്നാ ഈ ടവർ നോക്ക് ഗൈസ്. ഈ മലേഷ്യക്ക് രാത്രി ഒരു പ്രത്യേകത ഇത് കൊണ്ടോ ഗൈസ്. ശെന്തളിയോ മേ ബാങ്കിൻ്റെ ആണ് ഈ കെട്ടിടം. എടുത്ത് കൊടുത്തിട്ടുണ്ട്. ഓടിപ്പോവാണേ ഫോട്ടോ എടുത്ത് കൊടുത്തിട്ട്. നമ്മുടെ ഈ ഞാനും പുറകെ ഓടട്ടെ. നമ്മുടെ മെട്രോ ആക്സിഡൻ്റ് ആയി. ഇപ്പം ആക്സിഡൻ്റ് ആയി. എന്നതാ
ജയ്സിക്ക് വന്നോ? നേരെ എന്നിട്ടില്ല. അപ്പോൾ കാലി മാറി തെറ്റിയത്. ഇപ്പോൾ നടന്നിറങ്ങാം, അതാ നല്ലത്. ഇവിടെ എപ്പുറത്തില്ല. ഇത് തന്നെ ട്രിപ്പാണ് കഴിച്ച്, ഭയങ്കര ട്രിപ്പ്. ഇത് നല്ലത്. ഇനി വെറുതെ നടക്കണ്ട. ആ ഒരു എക്സസൈസ് ആവട്ടെ. നടന്നു ആരാദ്യം ചെല്ലുന്നത് നോക്കിയാലോ? എങ്ങനെ നോക്കുന്നു? ആരാദ്യം നടന്നു ചെല്ലുന്നത് നോക്കിയാലോ? എന്റെ നാണമെന്ന് കേട്ടോ. ഓടണ്ട, നടന്നിറങ്ങിയാൽ പോലെ. ഇതിനകത്ത് തന്നെ അതിന് ഓടുന്നത്. ഇതിനകത്ത് ഓടുന്ന നമ്മൾ രണ്ടുപേരും. ആ ഇവിടെ നല്ല കൂളിങ്ങുണ്ട്. ഇനി നമ്മുടെ പ്ലാറ്റ്ഫോമിൽ ചെല്ലട്ടെ ഗൈസ്. നടന്ന് ഏതോ ഒരു സ്റ്റേഷൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് ഗൈസ്. ഈ കണ്ണാടി എങ്ങനെയുണ്ട് ഗൈസ്? മിറർ അല്ല, ഈ സ്പെക്ക് ഇതിങ്ങനെ വെക്കുന്നത് ശരിക്കും. ഞങ്ങൾ നടന്ന് ഇവിടെ മൂവ്മെൻ്റ് കോച്ചൊക്കെ ഉണ്ട് ഗൈസ്. മെട്രോ അപ്പുറത്തെ സൈഡ് മൊത്തം മൂവ്മെൻറ്റ്സാണ്. ഓ, ഇതിൻ്റെ ഒരു ഡീപ്പും ഉണ്ടോ ഗൈസ്? ഇവിടുന്ന് നമ്മുടെ മെട്രോ വരെ. മെട്രോയ്ക്കകത്ത് കയറി കഴിഞ്ഞാൽ ഒന്നും കേൾക്കത്തില്ല, ഒന്നും പറയുന്ന ഒന്നും കേൾക്കത്തില്ല. അത്രയ്ക്ക് പറഞ്ഞിട്ടൊരു സൗണ്ട്. ഇങ്ങനെ മൂളുന്നു, ഇങ്ങനെ ടെർബോടൊക്കെ സൗണ്ട് ഉണ്ടല്ലോ ഗൈസ്, അതുപോലെ മെട്രോയുടെ സൗണ്ട്. നമ്മളടുത്ത മെട്രോയ്ക്ക് ഇത്ര സൗണ്ട് ഇല്ല. ഇതിലെ നമുക്ക് നോക്കാം. വൈക്കന്മാരെ ഇരിക്കുന്നു അപ്പോൾ അടിയിൽ കൂടെ കാണാം. ഇതാണ് ഇതിൻ്റെ ഒരു സീൻ. ഓക്കെ മെട്രോ വന്നിട്ടുണ്ട് ഗൈസ്. ഇതിനകത്ത് കയറിയിട്ടുണ്ട്. പിന്നെ ആള് മെട്രോയ്ക്ക് പ്രൈവറ്റ് ബസ് ആള് കയറുന്നു. ഇതേ കയറുന്നു ആൾക്കാർ. അതിങ്ങനെ ഇപ്പോൾ വലിയ ആളില്ലേ? നമുക്ക് പോകേണ്ടടത്തോട്ട് തന്നെയാണോ അത് പോകുന്നതെന്ന് അറിയത്തില്ല. നോക്കട്ടെ ഗൈസ്. നമുക്കൊരു മിസ്റ്റേക്ക് പറ്റി. നമ്മളൊന്ന് മെട്രോ കയറി അതേന്ന് ഇറങ്ങി കയറാം. ഇനി അടുത്ത മെട്രോ കയറാം. പ്ലാറ്റ്ഫോം നമ്പർ 1 ആയിരുന്നു. ഇത് ബോർഡ് അവർ വെച്ചേക്കുന്നതിൻ്റെ അകത്തില് ഇപ്പുറത്തെ പ്ലാറ്റ്ഫോമിൽ വെച്ചേക്കുന്ന സ്ഥലം തന്നെ അപ്പുറത്തെ പ്ലാറ്റ്ഫോമിൽ വെച്ചു. അതാ നമുക്കൊരു മിസ്റ്റേക്ക് പറ്റി. ഈ മെട്രോ കയറി ഇത് കറക്റ്റ് സ്ഥലത്തായിരിക്കും കേട്ടോ പോകുന്നത്. ഓക്കെ ചേച്ചി, ഞാൻ അവിടെ ചെന്നിട്ട് കാണാം. പവിലോൺ ബുക്കിറ്റ സ്ഥലത്തിൻ്റെ ശരിക്കുള്ള പേരെന്നാ? ആ, ബുക്കിറ്റാൻ ബിൻറ്റാൻ, അങ്ങനെയല്ലേ? ബുക്കിറ്റ് ബിൻറ്റാൻ, പവിലോൺ ബിൻറ്റാൻ നമ്മൾ റീച്ച് ആയിട്ടുണ്ട്. നമ്മൾ എങ്ങനെ വന്നതെന്നൊക്കെ ചോദിച്ചാൽ ചുമ്മാ വന്ന് വേറെ വണ്ടിയൊന്നുമില്ല. എപ്പോഴും രാവിലെ ഒരു സമയത്ത് എണീക്കും, കുറേ നേരം റൂമിൽ ഇരിക്കും, എന്തെങ്കിലും കഴിക്കാറുണ്ട്, ഫുഡ് അടിക്കും, പിന്നെ ഇങ്ങനെ ഇറങ്ങും. അതാണ് ഗൈസ്. അങ്ങനെ ഇങ്ങോട്ട് കയറ്റി വെക്കട്ടെ. ഞാൻ അവിടെ തട്ടി വീഴും. ആ, എൻ്റെ കാർഡ് ഞാൻ ഫോണിൻ്റെ പുറകെ വെച്ചിട്ടുണ്ട്. ഫോണിങ്ങനെ വെച്ച് ടാപ്പ് ചെയ്ത് നോക്കട്ടെ ആവോ ഇല്ലയോ. നമ്മൾ ഇവിടം വരെ യാത്ര ചെയ്തപ്പോൾ നമുക്ക് എത്ര റിങ്കറ്റ് ആയെന്ന് വെച്ചാൽ 3.10 ഗൈസ്. ആദ്യം ഞാൻ ഫോണിൻ്റെ പുറകെ വെച്ചിട്ടാവുന്നില്ല, നമ്മൾ അമക്കി വെച്ചപ്പോഴത്തേക്കാണ്. ഇനി നമ്മൾ ഇവിടെ എന്തെടുക്കാൻ പോവും? കറങ്ങാൻ പോവും. കറങ്ങാൻ പോവാണ്. ഇത് എക്സിറ്റ് അല്ലേ? അതാണ് എക്സിറ്റ്. അത് വേറെ സ്ഥലം. ഇതെല്ലാം ഒരു സ്ഥലത്തോട്ടല്ലേ വരത്തുള്ളൂ. വ്ലോഗ് കണ്ടിട്ട് തുറിച്ച് നോക്കുന്നത്. പിന്നെ യുവർ ഷവറോ? നമ്മൾ കുളിപ്പിക്കും. നമ്മൾ ഷവർ ചെയ്യും. ഇതന്നെ ഫോട്ടോഷൂട്ടോ ഇതൊക്കെയാണോ കാണിക്കുന്നത്? ഫോണിന് ഭയങ്കര വെയിറ്റായ പോലെ. ഞാൻ ഈ കാർഡെടുത്ത് അകത്ത് വെച്ചിട്ട് വരാം ഗൈസ്. എനിക്ക് ഫോണിൻ്റെ പുറകിന്ന് ഗൈസ് നമ്മൾ എക്സിറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിതെന്തോ എവിടെ ഇപ്പോൾ? ഇവിടെ എന്ത് ക്രൗഡാണ് ഗൈസ്, ഒടുക്കത്തെ ക്രൗഡ്. നമ്മളിത് ഏത് ലോകത്താണ് വന്നത്? നമ്മളിത് ഏത് സ്ഥലത്താണ് വന്നത്? അയ്യോ, നമ്മളെ അവിടുന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ വേറെ ഏതോ രാജ്യം വന്നു പോലെ. അയ്യോ, ഒത്തിരി ചുറ്റി കാണിച്ചു തരാം. ഡിസ്പ്ലേ എന്തൊക്കെയാണ് കാണുന്നത്? അയ്യോ, ആരിലും ഫോൺ തട്ടിപ്പറിച്ചുകൊണ്ട് ഓടിക്കഴിഞ്ഞാൽ അറിയത്തില്ല. അതുകൊണ്ട് നോക്കിയും കണ്ടൊക്കെ ഇവിടെ നിൽക്കണം കഴിച്ച്. അതൊക്കെ ഉള്ള ഇവിടെ ഈ കഫേയൊക്കെ ഉണ്ട്. ഇതിപ്പോൾ നമ്മൾ വേറൊരു ലോകത്ത് വന്ന പോലെ അല്ലേ? അല്ലേ, ഇതുവരെ നമ്മൾ അവിടെ കണ്ടൊരു മലേഷ്യ അല്ലേ ഇങ്ങോട്ട് വന്നപ്പോൾ. കുറച്ച് സ്റ്റോപ്പുകൾ മാറി പടം വരയ്ക്കുന്നത്. അത് തന്നെ വരയ്ക്കുന്നത്. ഞാനിങ്ങനെ തിരിഞ്ഞിങ്ങനെ
വ്ളോഗ് എടുക്കാൻ നേരം ഫോണും കൊണ്ട് ആരെങ്കിലും പോയാൽ ഞാൻ അറിയത്തു പോലില്ല. എല്ലാവരും എൻ്റെ ഫോണിലോട്ട് തന്നെയാണ് നോക്കുന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ നേരം അവർക്ക് എന്നെയല്ല കാണുന്നത് എൻ്റെ ഫോണിൽ കൂടെ. കുറേ സ്ട്രീറ്റ് ഫുഡ്. ഫ്രണ്ട് ഫ്രൈസ് കീപ്പ് യുവർ ഫ്രണ്ട്. കുക്കായിരിക്കുന്നു ഗൈസ്, കുക്ക. ഇതൊക്കെ എന്നാ മനസ്സിലായി. ഇതാണ് ഗൈസ് 5 സ്റ്റാർ ഫുഡ് സ്ട്രീറ്റ്. ഓക്കെ, 5 സ്റ്റാർ ഒക്കെ അവിടെ ഇരിക്കട്ടെ. എങ്ങനെയുണ്ട് ഗൈസ്? കൊള്ളാം. വേറെ ഏതോ ഒരു ലോകത്തൊന്നും അവിടെ ഇഷ്ടപ്പെട്ട്. അയ്യോ, മറ്റേ ഒരു സ്റ്റിക്കും കൂടെ മേടിക്കണം ഗൈസ്, പിന്നെ ഒരു മൈക്കും കൂടെ മേടിക്കണം. എന്നാലേ ഉള്ളൂ എല്ലാം കറക്റ്റാകത്തുള്ളൂ വ്ളോഗിൻ്റെ. ഞാൻ ഒരിടത്ത് നിന്നിട്ട് മൊത്തം ഒന്ന് ചുറ്റി കാണിക്കാവേ. ഫേമസ് ആയിട്ടുള്ള വാട്ടർ ഫൗണ്ടേഷൻ ഇവിടെ വന്നിട്ടുണ്ട് ഗൈസ്. നോക്ക് ഗൈസ്, എന്ത് രസമാണ്. മൊത്തം LED ആണ് ഗൈസ്. മൊത്തം സ്ക്രീനിങ്. അതെ, ഇതിൽ സ്ക്രീനിങ് ഇതുണ്ട്. ഇതിന് മണ്ടയ്ക്ക് ഉണ്ടോ വലിയൊരു സ്ക്രീനിങ്ങാണ്. അങ്ങനെ കുറേ നല്ല ക്രൗഡാണ് കേട്ടോ. നല്ല ക്രൗഡെന്ന് പറഞ്ഞാൽ നല്ല ക്രൗഡ്, ഒരു രക്ഷയില്ലാത്ത ക്രൗഡാണ്. നമ്മുടെ ആ അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഇവിടം വരെ വന്നപ്പോൾ വേറെ ഭയങ്കര ചേഞ്ച്. എന്ന് പറഞ്ഞാൽ അവിടെ ഇതുപോലെ ക്രൗഡ്, ആൾക്കാർ, ബഹളമൊന്നുമില്ല. ഇതൊക്കെ മെയിൻ ടൂറിസ്റ്റ് പ്ലേസ് ആയി. എന്ന് പറഞ്ഞാൽ പാക്കേജൊക്കെ എടുത്തിട്ട് വന്നാൽ ഇവിടെ കൊണ്ടുവരും ആൾക്കാരെ. ഇവിടെ ഇനി മൊത്തത്തിൽ ഇങ്ങനെ ഒന്ന് റൗണ്ട് അടിച്ചാൽ ഇവിടെ എന്നൊക്കെ സംഭവം എന്ന് മനസ്സിലാകത്തുള്ളൂ. ഇവിടെ എന്തൊക്കെയോ ഉണ്ട്, നമുക്കൊന്നും അറിയത്തില്ല. നമ്മളിങ്ങനെ ഒരു സ്ഥലത്തോട്ട് ഇങ്ങ് പോകുന്നു, അതിനെപ്പറ്റിയല്ല വേറെ ഒന്നും അറിയത്തില്ല. ഒന്ന് ശരിക്കും വെഞ്ഞോന്നുണ്ട്. ഈ സ്ക്രീൻ കണ്ടത് മെസ്സി ഒക്കെ മലേഷ്യയിലെ സ്ഥലമാണ്. ഇതിവിടെയുള്ളൊരു ഐലൻഡ് ഉണ്ട് ഗൈസ്. കിടിലോ തന്നെ ലേക്ക് സീയിങ്ങോ അങ്ങനെ കണ്ടൊക്കെയാണ് പറയുന്നത്. കിടിലോ ഒരു സ്പോട്ടാണ്. ഇവിടുത്തെ എന്തോ പാക്കേജ് ഉള്ളൊരു ആപ്പുണ്ട്. ആപ്പിനകത്ത് എടുത്തു കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു ഒട്ടുമിക്ക എല്ലാ ടൂറിസ്റ്റും അതിനകത്ത് കാണിക്കും. അങ്ങനെ ഞാൻ ഇന്നലെ ആ ആപ്പ് എടുത്തായിരുന്നു. അന്നേരം ഇത് ഞാൻ കണ്ടായിരുന്നു. ഇവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് ഗൈസ്, ഒരുപാട്. മലേഷ്യ ട്രൂലി ഏഷ്യ. നമ്മളിവിടുന്ന് ക്രോസ് ചെയ്ത് അപ്പുറേ പോവാണേ. ഞാൻ അപ്പുറേ എന്നിട്ട് അതിലൊന്ന് എക്സ്പ്ലോർ ചെയ്യട്ടെ ഗൈസ്. എന്നൊക്കെ ഇവിടെ കാണാനുള്ളതെന്ന് നോക്കട്ടെ. കാണാനുള്ളത് നമ്മുടെ മൊത്തം സ്ക്രീനിൻ്റെ കളിയാണ്. മൊത്തം സ്ക്രീനാണ്. എല്ലാ വാളിലും സ്ക്രീൻ, എല്ലാ ബിൽഡിങ്ങിലും സ്ക്രീനാണ്. ഇവിടെ ഒന്ന്, അവിടെ ഒന്ന്, ഇവിടെ ഒന്ന്, അങ്ങനെ ഒരുപാട്. നമുക്കുള്ള കത്തിയിട്ടുണ്ട്. അവിടെ പച്ച കത്തി. പുള്ളി ഇതേ പച്ച കത്തിയുടെ അടുത്ത് സീബർ ലൈന് കിട്ടും. പുള്ളിക്ക് ഇപ്പോൾ പറ്റിയിട്ട് പുള്ളി പറ്റിട്ട് ഒരു കാര്യമില്ലേ. സെക്കൻഡ് തീരാറായി. നമ്മളെ ഇവിടെ പൈസയില്ല, അപ്പോൾ പൈസ ഫോണായതുകൊണ്ട് തട്ടിപ്പറിച്ചുകൊണ്ട് പോയാൽ തീർന്ന്. വലിയൊരു കുഴപ്പവും. വെയിറ്റ് ചേട്ടൻ പോട്ടെ. ഇതെവിടെ മനസ്സിലാവില്ല. അയ്യോ, നാളെ AC ഇവിടം വരെ ആയിരിക്കും. ഇവിടം വരെ അതിൻ്റെ കൂടെ എൻ്റെ കൂടെ ഒരാളുണ്ടായിരുന്നല്ലോ. ഇവിടെ എവിടെ പോവാം? ഓടാൻ പോവാം. നമുക്ക് ഇവിടുത്തെ ഒരു അപ്പാർട്ട്മെൻറ്റ് എടുത്താലും നല്ല പൈസയാണ്. ഇവിടെയൊക്കെ നല്ല റെൻറ്റാണ്. ഇവിടെയൊക്കെ ഇഷ്ടംപോലെ അപ്പാർട്ട്മെൻറ്റ് ഉണ്ട്. നല്ല റെൻറ്റ് കൊടുക്കണം. അതുപോലെ നമ്മൾ കോളേജിൻ്റെ അടുത്താണെങ്കിലും മറ്റേ KL ടവറിൻ്റെ അവിടെ ഇഷ്ടംപോലെ അപ്പാർട്ട്മെൻറ്റ്, അവിടെ നല്ല റെൻറ്റ് കൊടുക്കണം. നമ്മളിരിക്കുന്ന നേരത്തെ വെച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നല്ലൊരു സെറ്റപ്പ് സ്റ്റേ. അങ്ങനെയുണ്ട് ഗൈസ് ഈ സ്പോട്ട്. കമൻറ്റ് ബിലോ. ഇനി ക്ലാസ് തുടങ്ങുന്ന കുറച്ച് ദിവസം വരെ ഇങ്ങനെ കറങ്ങാമെന്ന് ഓർത്തേക്കുന്നത്. പക്ഷേ അതിനനുസരിച്ച് ഫണ്ടും പൊട്ടും. അതാണ് വേറൊരു കുഴപ്പം. നമ്മളിങ്ങനെ ഫണ്ടിങ്ങനെ ഇറക്കുമ്പോൾ ഫണ്ടിങ്ങനെ അക്കൗണ്ടിൽ കയറിക്കൊണ്ടിരിക്കുക. നല്ലതായിരുന്നു അല്ലേ ഗൈസ്? ഞാൻ പറയുന്നത് കേൾക്കാറുണ്ട്. ഞാൻ അടുത്ത ദിവസം ഇവിടുത്തെ വല്ല മാർക്കറ്റിൽ പോയിട്ടില്ല. ഇവിടെ ഇലക്ട്രോണിക് ഐറ്റംസ് കിട്ടുന്ന കുറേ മാർക്കറ്റാണ്. അവിടെ എല്ലാം പോയിട്ട് മൈക്കും എല്ലാം കിട്ടും നോക്കട്ടെ. അങ്ങനെയാണ് ഒരു മൈക്ക് കിട്ടുവാണ്. ഇതുപോലെയുള്ള പബ്ലിക് പ്ലേസിലൊക്കെ പോകുമ്പോൾ എനിക്കിങ്ങനെ നോർമലായിട്ട് സംസാരിച്ചാൽ മതി. അതിനകത്ത് നല്ലതായിട്ട് കിട്ടും. ഇവിടെ നിന്ന് ഇറങ്ങട്ടെ ഗൈസ്. ഇവിടെ ആരാ ഇതുള്ളല്ലോ? ഇതിനകത്ത് ആളുണ്ടോ? ഇതിനകത്ത് ആളില്ല ഗൈസ്. ആളുണ്ടായെന്ന് ഒറ്റയടി കൊടുക്കാൻ. ഇതിനകത്ത് ആരുമില്ല. ഇത് ഡമ്മിയാണ്. ചുമ്മാ എയർ നിറച്ച് വെച്ചേക്കോ ഗൈസ്. രണ്ടുമൂന്ന് പിക്ക് എടുക്കാൻ നോക്കിയതാണ് ഗൈസ്. ഒന്നും അങ്ങോട്ട് റെഡിയായില്ല, രസമില്ല. ടീഷർട്ട് ഫോട്ടോയ്ക്ക് പറ്റുന്നില്ല.
ഏതാണ്ട് പോലെ. അതുപോലെ രാത്രി എൻ്റെ ഫോണ് ഫോട്ടോ എടുക്കാനാണെങ്കിലും ഒരു ബുദ്ധി, കുറച്ച് ലൈറ്റിംഗ് ഒക്കെ കറക്റ്റ് ചെയ്തെടുത്താലേ ഉള്ളൂ. അത് എല്ലാവരും കൊണ്ട് പറ്റത്തില്ല. ഇപ്പം പ്രോ നോക്കിയിട്ട് അങ്ങോട്ട് 2-3 വിൽക്കുന്നല്ലേ, പക്ഷേ മെയിൻ അക്കൗണ്ട് ഇടാൻ പറ്റുന്നില്ല, പ്രൈവറ്റ് അക്കൗണ്ട് ഇടാം. നോക്കാം ഗൈസ്, സ്റ്റോറി ഇടാവുള്ളൂ. ഏത് സ്റ്റോറി ഇടാം. ഇതാണ് മിക്കവാറും നിങ്ങൾ ഇങ്ങനെ ഇവിടുത്തെ റീല് കാണുന്നത്. ഇവിടുത്തെ ഇങ്ങനെ മെട്രോ പോകുന്നത് റീലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഇവിടെയാണ് ഗൈസ്. പിന്നെ ഇതാണ് ഇതാരാ? ഇതിനകത്ത് ആളുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഇതിനകത്ത് ആളുണ്ട്. കയ്യൊന്നും തരത്തില്ല. കൈ പിടിച്ചിട്ട് ഇരിക്കുന്നു. ഇങ്ങനെ എന്നിട്ട് ഒറ്റ ഇടി കൊടുത്തല്ലേ കൈ. ഇതെങ്ങനെയാണ് ഇതിനകത്ത് നിൽക്കുന്നത്? സമ്മതിക്കണം കേട്ടോ. ലൈറ്റാൽ മൊത്തം ലൈറ്റ്, ഒരു രക്ഷയില്ല. നമ്മുടെ കൈ മൊത്തം ചുറ്റിക്കണിട്ട് മൊത്തം LED ഫ്ലിക്കറിങ് ഉണ്ടല്ലോ കൈ. ഇങ്ങനെ നീട്ടി കാണിച്ചു തരാം. ഇതാണ് മലേഷ്യയുടെ ഒരു ഭാഗം. ഓക്കെ, മലേഷ്യയുടെ ഒരു ഭാഗം. എനിക്കത് ചേച്ചിയുടെ വീഡിയോയ്ക്കകത്ത് ആ ചേച്ചി അവിടെ നിന്ന് വീഡിയോ ഇവിടെ എല്ലാവരും ഫോട്ടോഷൂട്ടാണല്ലോ. ഞാൻ എല്ലാവരുടെ ഫോട്ടോഷൂട്ടിൻ്റെ ഇടയ്ക്ക് കൂടെ കയറി കാണുന്നത്. ഓർമ്മടിക്കുന്നു. എൻ്റെ കൂടെ വന്ന ഒരാളുണ്ടല്ലോ, പുള്ളി എന്തി? ബ്രോയെ കാണുന്നില്ലല്ലോ. ബ്രോ എവിടെ പോയി? ബ്രോയെ കാണുന്നില്ല. ബ്രോയിനെ ഒന്ന് തപ്പട്ടെ. ക്രോസിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് ഗൈസ്. ക്രോസ് ചെയ്യാൻ പറ്റത്തില്ലെന്നോ? ക്രോസിങ്ങിന് വെയിറ്റിംഗ് ആണ് ഗൈസ്. മറ്റേ ബ്രോ, എൻ്റെ കൂടെ വന്ന ബ്രോ അവിടെ പോയി നിൽപ്പുണ്ട്. എന്നിട്ട് വാട്സപ്പിൽ എനിക്ക് മെസ്സേജ് ചെയ്യാം, ഓപ്പോസിറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. കോള് വിളിച്ചിട്ടാണ് കോളും പോകുന്നത്. പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല. മൊത്തം LED-കളുടെ വഴിയാണ് ഗൈസ്. എൻ്റെ വീഡിയോ ക്വാളിറ്റി എങ്ങനെയുണ്ട് ഗൈസ്? കമൻറ്റ് ബിലോ. ആരെങ്കിലും കമൻറ്റ് ചെയ്യാം. ഇനി അപ്പുറയിലോട്ട് അടുത്ത സിഗ്നൽ കത്തണം പോകണമെങ്കിൽ. ഇപ്പോൾ സിഗ്നലാവുന്നു. സിഗ്നലൊന്നും കാണിച്ചില്ല. ഞാൻ അങ്ങ് നടന്നു. ഇവിടെ സിഗ്നൽ കാണിച്ചു. ഇതുകൊണ്ട് സീട്ടൊക്കെ വലിച്ചുകൊണ്ട് റോട്ടിൽ കൂടെ നടക്കുന്നുണ്ട്. ഇവിടെ അങ്ങനത്തെ അല്ലേ, ഇവിടെ നോ സ്മോക്കിംഗ് എന്ന് പറഞ്ഞു ഒട്ടിച്ചേക്കുന്നിടത്ത് മാത്രം വലിക്കില്ല, അങ്ങനെയാണ്. അതുകൊണ്ട് മൊത്തം ഡിസ്പ്ലേ ആണ്. പക്ഷെ എൻ്റെ ക്യാമറയ്ക്കകത്ത് ഒരുമാതിരി മഞ്ഞ് പോലെയാകും. ഇവിടുന്ന് ഇങ്ങനെ മെട്രോ വരുന്നതാണ്, നല്ല രസമാണ് ഗൈസ്. ആടെ ടിൻ ടവർ, ആ കാണുന്ന ടിൻ ടവറാണ് ഏത്. വെട്ടം കുറച്ചൊന്ന് കാണിച്ചു തരാം ഗൈസ്. ഇതാണ് മലേഷ്യയുടെ ഒരു ഭാഗം. ഓക്കെ, എന്നാ വലിയ ഷവർമ്മക്കട്ടെ മരിച്ചേക്കുന്നത്. ഇതുകൊണ്ടോ ഗൈസ് ഇവിടുത്തെ ഷവർമ്മ എന്നാ നീളോ, അതുപോലെ അപ്പറേ ഉണ്ട്. അയ്യോ, ഇവിടെയൊക്കെ നാട്ടിൽ ഇത്ര അല്ലേ, ഇത്ര അത്രേ ഉള്ളൂ. ഇവിടെയൊക്കെ നല്ല ചിലവാണ് ഇതിനൊക്കെ. അതാ എൻ്റെ കൂടെ വന്ന ബ്രോയിനെ കാണുന്നില്ല. എവിടെ പോയതാ? അവിടെ എന്താ വേറെ ഒന്നും കാണുന്നില്ല. ഇങ്ങനെയൊക്കെ ലൈറ്റുള്ള സിറ്റിയല്ലേ. പൈസ ചോദിക്കുന്നത് പൈസ നമ്മളെ പെട്ട് നിൽക്കുക, നമ്മളോട് പൈസ ചോദിക്കും. പക്ഷെ കണ്ട അങ്ങനെ പറയത്തില്ലല്ലോ, കേട്ടോ പൈസ. ആ കൊച്ചിനെ കണ്ട അല്ല ബ്രോ, ആ കൊച്ചിനെ കണ്ട അങ്ങനെ പറയത്തില്ലല്ലേ അല്ലേ? എന്തൊക്കെയാ കഴിച്ചു ഇവിടെ നടക്കുന്നത്? ഇവിടെ നമ്മൾ പറ്റിക്കപ്പെടാൻ ഇഷ്ടം പോലെ ചാൻസസാണ്. നോക്കിയും കണ്ടൊക്കെ നിന്നാൽ കുഴപ്പമില്ല. അതാണ്, അങ്ങനെയാണ് ഗൈസ്. ചൂടെടുക്കുന്നുണ്ടല്ലേ? ഇല്ല, നിന്ന് പഠിക്കും ബ്രോ. നമ്മളൊക്കെ നിന്ന് പഠിക്കും. കുറച്ച് ചൂടെടുക്കുന്നതേ മാളിൽ കയറും, അങ്ങനെയല്ല ബ്രോ. കുറേ പഠിക്കാനുണ്ട് ബ്രോ. എൻ്റെ കൂടെ നടക്കണം കുറേ നാളെ, അന്നേരം എല്ലാം ഓക്കെ ബ്രോ. ആളെ മാറിക്കും. അങ്ങനെ എൻ്റെ കൂടെ കുറേ പേര് നടന്ന് മാറിയിട്ടുണ്ട്. സത്യമായിട്ട് കാര്യം പറഞ്ഞു. ഓക്കെ, പറഞ്ഞു മനസ്സിലായി. എന്ത് നടക്കാൻ പഠിക്കണോ? നടന്നോ?
ബ്രോയ്ക്ക് തന്നെ നടക്കാൻ അറിയത്തില്ലേ? ഞാനാരും നടക്കാനൊക്കെ പഠിപ്പിക്കുക, ഞാനാരും ഡ്രൈവ് സ്കൂളിലൊക്കെ കാർ ഓടിക്കാൻ പഠിപ്പിക്കുക, നടക്കാൻ പഠിപ്പിക്കാൻ. ഇതെന്താണ് ഞാൻ ഉദ്ദേശിച്ചത് എന്നാന്ന് ബ്രോയ്ക്ക് മനസ്സിലായി? ഞാനൊന്നും ഉദ്ദേശിച്ചില്ല. അപ്പോൾ ബ്രോയ്ക്ക് ഒന്നും മനസ്സിലായില്ല. അങ്ങനെ ചുമ്മാ നമ്മളവിടെ നിന്ന് ഇങ്ങോട്ട് നടക്കുവാണ് ഗൈസ്. ചുമ്മാ സ്ട്രീറ്റിലൂടെ ഇങ്ങനെ നടക്കും. ഇവിടെ ഇങ്ങനെ സ്ട്രീറ്റ് പോലെ നടക്കാം. ചൂടാ ഷവർമ്മ. എങ്ങോട്ടാ പോകേണ്ടത്? ബ്രോ തണുപ്പ് കിട്ടുന്നിടത്തോട്ടെല്ലാം കയറും. ബ്രോ പിന്നെ ഇങ്ങനെ നീണ്ടു നിവർന്ന് അങ്ങ് കിടക്കുവാണ് ഗൈസ്. ഓ ഇതെന്നെ ഫ്ലിക്കറിങ്. 1x എടുക്കുവാണോ കുഴപ്പമില്ല തോന്നുന്നത്. ഭയങ്കര ഫ്ലിക്കറിങ്. ഇത് വൈഡ് ഇടുമ്പോൾ കണ്ടോണം ഇത് ഒരുമാതിരി മനസ്സിലാക്കി. ഇത് ഒച്ചപ്പാടും ബഹളവും തന്നെ പറയാം. എന്തോ കീച്ചേനൊക്കെയാണ് ആ വീഡിയോ എടുക്കുന്നതാണ്. മനസ്സിലായി ഇതൊക്കെ എന്നാ സംഭവം? ഓ നമ്മുടെ പിക്ക് കൊടുത്ത് ഇങ്ങനെ ചെയ്തു തരും ഗൈസ്. അതാണ് സംഭവം. എന്തൊക്കെയോ ഇവിടെ നടക്കുന്നു. ഇവിടെ ശരിക്കും എന്താ ബ്രോ? ഇങ്ങനെ കുറേയോ ഒരുപാട് കച്ചവടക്കാരുണ്ട് ഗൈസ്. നമ്മളിങ്ങനെ ചുമ്മാ ഇങ്ങനെ നടക്കുന്നു. ഇങ്ങനെ കുറേ പേര് ഇരുന്ന് കമ്പനി അടിച്ച് അവിടെ ഇവിടെയൊക്കെ ഇരിക്കുന്നു. അവിടെ എന്താ പാട്ടൊക്കെ കേൾക്കുന്നുണ്ട്. നോക്കട്ടെ. ഓ മൈക്കിൾ ജാക്സനെ കണ്ടോ ഗൈസ്? പാട്ടാണ് ഗൈസ്. ഗിറ്റാറൊക്കെ ഇവിടെ ഇങ്ങനെയാണ് ഗൈസ്. എപ്പോഴും മൊത്തം എന്റർടൈൻമെന്റാ. ഓ ബ്രോയിനെ പിന്നെ കാണുന്നില്ല ഗൈസ്. ഇവിടെ മൊത്തം സ്ട്രീറ്റ് ഫുഡാ. നീരാളിയൊക്കെ ഇരിപ്പുണ്ട് ഗൈസ്. ഇങ്ങനെ സ്ട്രീറ്റ് ഫുഡ് ഇഷ്ടം പോലെ. ഇവിടെ ഡൈനിങ്ങും ഉണ്ട്. ഇങ്ങനെ ഡൈനിങ്ങും ഉണ്ട്. എൻ്റെ കൂടെ വന്ന ആളെ ഇപ്പോഴും കാണുന്നില്ല. ഇവിടുന്ന് അങ്ങോട്ട് മൊത്തം സ്ട്രീറ്റ് ഫുഡിൻ്റെ ഇതാ. ഞാൻ വീഡിയോ കണ്ടിട്ടുണ്ട് ഇങ്ങനത്തെ. മൊത്തം സ്ട്രീറ്റ് ഫുഡ് അങ്ങോട്ട്. ചുമ്മാ നടന്നിട്ട് വരാം ഗൈസ്. എൻ്റെ കൂടെ വന്ന ബ്രോ എന്ത് ചെയ്യും? ബ്രോ ഇങ്ങനെ മുങ്ങുവേ. എനിക്കൊന്ന് എവിടെയെങ്കിലും പോയി എന്തെങ്കിലും കഴിക്കാൻ പോകുന്നതായിരിക്കും ചിലപ്പോൾ. കഴിഞ്ഞ ദിവസം ഇതുപോലെ ഞാൻ ഇങ്ങനെ ഊങ്ങിയിരിക്കും. പുള്ളി നാളെ വരെ പോയിട്ട് വരാമെന്ന് പറഞ്ഞു. പോയിട്ട് എന്നെ വിളിച്ച് ഫുഡ് വല്ലതും വേണമെന്ന്. പക്ഷേ ഞാൻ കണ്ടില്ല. ഫോൺ ഞാൻ കണ്ടില്ല. പുള്ളി പിന്നെ പോയി കഴിച്ചിട്ട് വന്നു. ഇതുപോലെ ചിലപ്പോൾ കഴിക്കും. പുള്ളി വിശന്ന് കഴിഞ്ഞാൽ പോയി കഴിക്കുക. അങ്ങനെ ഒരു മൂടാണ്. ഫുഡിൻ്റെ ഏരിയ ആണ്. സ്ട്രീറ്റ് ഫുഡിൻ്റെ ഏരിയ. ഇവിടുന്ന് അങ്ങോട്ട് ഇത് സ്ട്രീറ്റ് ഫുഡാണ് മൊത്തം. അയ്യോ നമുക്ക് കാണുന്നില്ല. മൊത്തം സ്ട്രീറ്റ് ഫുഡ്. അതുകൊണ്ട് ഗൈസ് അങ്ങോട്ടൊന്ന് ഓടിയോ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നാണ്. ഞാനൊരു സ്ട്രോബെറി മിൽക്ക് ഷേക്ക് പറഞ്ഞ്. ബ്രോ ഏതാ പറഞ്ഞേ? ബോംബ മിൽക്ക് ഷേക്ക്. കീറിയോ പൈസ? ഇനി അത് കിട്ടിയിട്ട് കാണാം ഗൈസ്. ഇവിടെ പാട്ടാ മൊത്തം. ഇതെന്ന് പറഞ്ഞാൽ ഒരു റെസ്റ്റോറൻറ്റ് കഫേ ബാറൊക്കെ പോലെ സംഭവം. അവർ നടത്തുന്നതാണെന്ന് തോന്നുന്നു. അതിൻ്റെ പേര് കരോക്ക ഫാമിലി എന്നാ. ഫാമിലി കരോക്ക സൂപ്പർ സ്റ്റാർ എന്നങ്ങാണ്ട് അതിൻ്റെ പേര്. റോയൽ സൂപ്പർ സ്റ്റാർ ഫാമിലി കരോക്ക. അതങ്ങനെയാണ്. ഇവിടെ എന്നും ഉണ്ട് കഴിക്കും. ഇവിടെ വെളുപ്പിന് ഒരു 3 മണി വരെ ഒക്കെ ഫുൾ ഓണാവുന്ന വീഡിയോക്കകത്ത് കേട്ടെ. നാത്തോട്ട് കയറട്ടെ. ഈ എത്ര നേരമായിട്ട് നടക്കുമല്ലേ? മടുത്തോ? ഓ പിന്നെ ചെറുതായിട്ട് മടുത്ത്. ബ്രോ ഇങ്ങനെ ഇരിക്കുന്നതേ ഉള്ളു ഗൈസ്. ബ്രോയുടെ ഉള്ളിൽ ഓരോരോ കാര്യങ്ങളുണ്ട്. ബ്ലോഗിൽ പറയുന്നില്ല. കണ്ട എന്തൊരു നിഷ്കളങ്കനാണ്. ഇങ്ങനെയൊന്നും അല്ല. ഇവിടെ ഫുള്ള് വൈബിങ് ആണ് ഗൈസ്. ഫുള്ള് വൈബിങ്. നല്ലൊരു ക്യാമറ വേണമെന്നുണ്ട്. അരുമ നമുക്കില്ലേ അടുത്ത ദിവസം ഇലക്ട്രോണിക് ഐറ്റംസ് ഉള്ള കടയിൽ പോകും. എന്നിട്ട് എനിക്കൊരു മൈക്ക് വ്ളോഗ് ഇപ്പം ഇങ്ങനെ വന്നുള്ള സ്ഥലത്ത് വ്ളോഗ് എടുക്കാതെ ഒന്നും കേൾക്കത്തില്ല. ഞാൻ പറയുന്നത് ഞാൻ തൊണ്ട പൊട്ടിച്ചായിരിക്കും പറയുന്നത്. ഒന്നും കേൾക്കത്തില്ല. ഇതുപോലെ വല്ല പിള്ളേരൊക്കെ കാറുന്നതായിരിക്കും അതിനകത്ത് കേൾക്കുന്നത്. ഈ ജ്യൂസ് വരട്ടെ ഗൈസ്. വന്നിട്ടുണ്ട് ഗൈസ്. ഇത് സ്ട്രോബെറി ആണോ? ബ്രോയൊക്കെ
പൊട്ടിക്കുന്ന എളുപ്പമുള്ളതാണ്. നല്ല നീറ്റാ ഗൈസ്. ഇതുപോലെ ആൾക്കാർ വരുന്നുണ്ടെങ്കിൽ ഇവിടെ മൊത്തം സ്ട്രീറ്റ് എല്ലാം നീറ്റാണ്. തിരിച്ചു കുത്തിയപ്പോ കയറിപ്പോയി ഗൈസ്. ശരിക്കും എന്തോ അമ്പലത്തിൽ നിന്നൊക്കെ കുടിക്കുന്ന പായസം പോലെ അല്ലേ? ഇതിനു മുന്നേ കഴിച്ചിട്ടുള്ള ഏതോ ഒരു ടേസ്റ്റ് പോലും റോഡ് ഇതിന്റെ ഇത് കഴിച്ചിട്ടുണ്ട്. കൊള്ളാൻ കഴിച്ചു നല്ലേ. ഇവിടെ പിന്നെ എന്തെങ്കിലുമൊക്കെ ഡ്രിങ്ക് മേടിച്ചാണ്. കഴിഞ്ഞ ദിവസം നമ്മളെന്നെ ചോക്ലേറ്റിന്റെ പിന്നെ കോൾഡ് ചോക്ലേറ്റ് എന്തോ മേടിച്ചില്ലേ? ഹോട്ട് ചോക്ലേറ്റ് അല്ലേ, കോൾഡ് ചോക്ലേറ്റ്. ഇത്രയും വലിയ ഗ്ലാസ്, ഒരു ഫുള്ളാ, ഒരു 750 ml ആണ് ആ ഗ്ലാസ്. ആ ഗ്ലാസ് എന്ന് പറയാൻ മൊത്തം ഐസ് ഇട്ടിട്ട് ചോക്ലേറ്റ്. അത് പറഞ്ഞാൽ ഫുള്ള് ഒരാൾ കുടിക്കുന്നത് വയറ് അറിയും. പിന്നെ ഇവിടെ വെള്ളമൊക്കെ നമ്മൾ ചിലയിടത്ത് നിന്ന് മേടിക്കുകയാണെങ്കിൽ കവറിനകത്തായിരിക്കും, പ്ലാസ്റ്റിക് കവറിനകത്താക്കിയിട്ട് സ്ട്രോ ഇട്ടിട്ട്. എന്നിട്ട് മാളിക്കൂടെയൊക്കെ എല്ലാവരും അതങ്ങനെ ഇങ്ങനെ കവറിനകത്ത് ഇങ്ങനെ തൂക്കി പ്ലാസ്റ്റിക് കവറിനകത്ത് വെള്ളം ഒഴിച്ചിട്ട്. വെള്ളം ഫ്ലേവർ വേണേൽ ഫ്ലേവറിലുണ്ട്, അല്ലാത്തതും ഉണ്ട്. കടുപ്പമുള്ള കാപ്പി, അങ്ങനെ പല പല സ്കീമുണ്ട്. ഇവിടെ വെള്ളത്തിന് പല പല ഇതാണ്. കഴിഞ്ഞ ദിവസം നൈറ്റ് ഞങ്ങൾ മന്തി മേടിച്ച് കഴിച്ചു. നല്ല മന്തിയായിരുന്നു. പിന്നെ ഇന്നലെ ഞങ്ങൾ KFC കയറി ചെറിയൊരു സ്നാക്സ് കഴിച്ചു. മന്തി കുഴപ്പമില്ലായിരുന്നു ഗൈസ്. മന്തി നൈസായിരുന്നു. നോർമൽ മന്തി നമ്മുടെ നാട്ടിലെ റേറ്റ് ക്വാർട്ടറിനെ കണ്ട് 600 രൂപ കണ്ടായാലും ഹാഫിന്. പക്ഷെ റൈസിന് ക്വാണ്ടിറ്റി ഇല്ലായിരുന്നു. അതൊരു പ്ലേറ്റിനകത്ത് അവർക്കറിയത്തില്ല. ഹാഫ് എന്ന് പറഞ്ഞാൽ 2 പേർക്ക് കഴിക്കുന്നതെന്ന് അവർക്ക് അറിയത്തില്ല. മേ ബി ഇവിടെ ഹാഫ് എന്ന് പറയുന്ന ഒരാളായിരിക്കും കഴിക്കുന്നത്. കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇത് കുടിക്കേണ്ട ഗൈസ്. ജ്യൂസൊക്കെ കുടിച്ചിറങ്ങി ഗൈസ്. ഒരു മസ്റ്റ് ട്രൈ ആയിട്ടാണ് സ്ട്രോബെറി മിൽക്ക് ഷേക്ക്. നമ്മുടെ നാട്ടിലത്തെ പോലത്തെ സ്ട്രോബെറി ആണ്. ഇത് കൊള്ളായിരുന്നു കേട്ടോ. ഇഷ്ടപ്പെട്ട് കുടിച്ച ബാബ മിൽക്ക് ഷേക്ക് ഒരു പക്ഷെ അത്ര എനിക്ക് ഓക്കെ അല്ല. ഇപ്പം നമ്മൾ ചുമ്മാ ഇങ്ങനെ നടക്കുവാണ് ഗൈസ്. ചുമ്മാ അങ്ങനെ നടക്കും, ഇതിനകത്തൊന്നും ഇല്ല. അങ്ങനെ ഇങ്ങനെയൊക്കെ ചുമ്മാ നടക്കാം, വേറെ ഒന്നുമില്ല. ഇത് പെർഫ്യൂമാണോ? അത് പെർഫ്യൂമാണോ? ട്രൈയില്ല. Smell boleh. Ini yang perempuan yang tu lelaki. Sini bang. Dia parti tak ada alkohol. Ya, aku bukan cakap. Ini different betul. Ini dalam Arab. This different price how much? Yeah, this one 30, 120, 790. 90 ringgit. 50, 70. Betul punya tak berapa. വേണ്ടല്ലേ? ഇവിടെ ഇത് സെന്റിന് പെർഫ്യൂമിനൊക്കെ അത്യാവശ്യം എക്സ്പെൻസീവാണ് ഗൈസ്. ബെസ്റ്റ് ഫ്രണ്ട് ഫുഡ് മസാജ് ഹെൽത്ത് തെറാപ്പി മസാജ് സെൻ്ററാണ് ഗൈസ്. വേറൊന്നും ഇല്ല ഗൈസ്. ഇങ്ങനെ അങ്ങ് നടക്കാനേ ഉള്ളൂ. ഇങ്ങനെ ഇഷ്ടം പോലെ അങ്ങനെ അങ്ങ് നടക്കുമോ. നമുക്ക് മെട്രോ കാരണം നേരെ അവിടെ തന്നെ ഇറങ്ങിയെടുത്ത് തന്നെ അല്ലണ്ട മെട്രോ കാരണം എന്നെ ചെയ്യേണ്ടി. ഇങ്ങേറ്റം വരെ വന്ന് ഗൈസ്. ഇവിടെ മസാജിന് മൊത്തം മസാജ് സെൻറ്റേഴ്സാണ്. നമ്മുടെ കയ്യിലൊക്കെ വന്ന് പിടിച്ചിട്ട് മസാജ് എന്ന് പറഞ്ഞിട്ട് അവരുടെ സ്ലിപ്പൊക്കെ കാണിച്ചു തരും. ഞാൻ പറഞ്ഞു ഇല്ല വിട്ടൊന്നു ചുമ്മാ എൻ്റെ അടുത്തൊന്നും വന്നില്ല. ഇങ്ങനെ വന്നു കേട്ടോ ചിരിച്ചോണ്ട്. ഈ നിൽക്കുന്ന പുള്ളിക്കാരിയൊക്കെ മസാജിൻ്റെ ആളാണ്. അതാണ് ഇങ്ങനെ വിളിക്കുന്നതുണ്ടോ കയ്യിലിരിക്കുന്നത്. ഈ പാട്ട് കൊള്ളാം. ഇത് നൈസ് കേട്ടോ. നേരത്തെ കണ്ടാലേ കളി. ഇത് പിള്ളേർ സെറ്റാന്ന് തോന്നുന്നു. ഒന്നും കൂടെ പ്രായം കുറഞ്ഞാലോ. ഇത് കൊള്ളാം.
ആ പാടുന്ന പുള്ളി ഭയങ്കര ഓണം കേട്ടോ. പുള്ളിയാണോ പുള്ളിക്കാരിയാണോ എന്ന് അറിയത്തില്ല. ഇവിടെ ഫുൾ ഓണാണ്. ഞങ്ങൾ വന്ന വഴി തിരിച്ചു നടക്കും. ഓ, മൈക്കിൾ ജാക്സന് പാടാ. ഞങ്ങൾ വന്ന വഴി തിരിച്ചു പോവാണ് ഗൈസ്. ഇനി കുറച്ച് നടക്കാനുണ്ട്. വന്നപ്പോൾ തൊട്ട് അവിടുന്ന് അങ്ങോട്ടും ഇവിടം വരെ തിരിച്ച് ഇതുപോലെ ഇനി അങ്ങോട്ട് നടക്കണം. നല്ലതായിട്ട് നടക്കണം. നമുക്കൊരു സൈക്കിൾ മേടിച്ചാലും. ഒരു സൈക്കിൾ തന്നെ റേറ്റ് റെന്റ് എടുക്കാനല്ലേ മേടിക്കാൻ? ആ, മേടിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ലല്ലേ? മേടിക്കാൻ പറ്റത്തില്ലെന്ന് തോന്നുന്നു. ഞാൻ ഇങ്ങോട്ട് അവൻ പെട്ടെന്ന് എന്നെ കണ്ടപ്പോൾ കയ്യൊക്കെ അടിക്കും. പക്ഷേ ഈ ലൈസൻസ് ഇന്റർനാഷണലിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് വന്നാൽ മതിയായിരുന്നു. അങ്ങനെയാണ് എനിക്ക് ഇവിടുന്ന് റെന്റിന് വല്ല ബൈക്കോ സ്കൂട്ടറോ കാറോ ഒക്കെ എടുത്തിട്ട് ചുമ്മാ എവിടെയെങ്കിലും പോകാമെന്നല്ലേ. റെന്റിനെടുക്കാൻ ഇച്ചിരി നിസ്സാര പൈസ ഉള്ളെന്ന് തോന്നുന്നല്ലേ. അങ്ങനെ നമുക്ക് റെന്റിനെടുക്കാമായിരുന്നു. ഇതെല്ലാം സ്പയർഡ് ആൾക്കാരാണ് ഗൈസ് ഇവിടെ ഇരിക്കുന്നതല്ല. ഇതിപ്പോൾ ഞാൻ ഫോണിങ്ങനെ പിടിച്ചേക്കുന്നതുകൊണ്ട് എൻ്റെ അടുത്തോട്ട് ആരും വരത്തില്ല ഓടി. ഏത് ബുദ്ധി മൊത്തം ഇവിടെ എന്തോ അവരുടെ പ്രമോഷൻ, അവരുടെ പരസ്യമാണ്. അയ്യോ, ഇപ്പം ഞാനിങ്ങനെ ക്യാമറ പിടിച്ചേക്കുന്നതുകൊണ്ട് അവരുടെ ആ റൂമിൽ ചെന്നപ്പോൾ ഒന്ന് കഴിക്കാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് കുറച്ച് ഐറ്റംസ് ഒക്കെ നോക്കി. നമ്മൾ ചിക്കൻ ഫ്രൈ എടുക്കുന്നുണ്ട് നമ്മൾ. പിന്നെ നമ്മൾ പൊറോട്ട പറഞ്ഞിട്ടുണ്ട്. പൊറോട്ടയുണ്ട്, പിന്നെ ചിക്കൻ ഗ്രേവി ഉണ്ട്. കുഴപ്പമില്ല, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. ഇങ്ങനെ ഗ്രേവി. ദിസ് ഓൾസോ ഫിഷ്. This one sweet and chili. Sweet chili. Oh. Mixed one. This is chutney, bro. Yes, correct. Chutney. Yeah. No, chutney is rice chutney. Sambal. How many will you? No, I give. You taste. That's all. ചിക്കൻ ഫ്രൈ ഇത് വേണം. ചിക്കൻ ഫ്രൈ ഒരെണ്ണം മതി. എന്നിട്ട് ഇതും കൂടെ എടുക്കാമല്ലോ. സ്പൈസി ഒരു സ്പൈസിയും കൂടെ പറയാം ബ്രോ. 1 spicy. Okay. 1 spicy chicken. 1 piece. Sit here. Yeah. Okay. ഓക്കെ, അവിടെ പോയി ഇരിക്കാന്ന് കേട്ടോ. എല്ലാം പറഞ്ഞിട്ടുണ്ട്. മേടിച്ചോണ്ട് പോകും. കുഴപ്പമില്ല. ഇതാ കേസ്, നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ സമയം പോകുന്ന അറിയത്തില്ല. അതിപ്പോൾ റൂമിൽ ചുമ്മാ ഇരുന്നാൽ പോലും സമയം പോകുന്നത്. ഇതുവരെ ഇവിടുത്തെ ടൈമായിട്ട് ഞാൻ അഡ്ജസ്റ്റ് ആയിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഇവിടെ കിടക്കുമ്പോൾ വെളുപ്പിനെ ഇവിടുത്തെ 4 മണിയൊക്കെ. അപ്പം നമ്മുടെ നാട്ടിൽ എങ്ങാണ്ട് 1 മണി എങ്ങാണ്ടാവില്ലേ? ആ, 1:30 എങ്ങാണ്ടാവത്തുള്ളൂ. നമ്മൾ നാട്ടിൽ ആയി അവിടെ ഇവിടെ കമ്പനിക്കാരുടെ കൂടെ ഒക്കെ പോയിട്ട് വൈകിട്ട് വീട്ടിൽ കയറി വരുമ്പോൾ ഒരു സമയം. പിന്നെ വീട്ടിൽ വന്ന് ഫുഡ് കഴിച്ചിട്ടൊക്കെ ഇരിക്കുന്നു. പിന്നെ ഫോണിലൊക്കെ നോക്കി ടി വി ഒക്കെ കണ്ട് എന്തെങ്കിലും സീരീസൊക്കെ കണ്ട് കിടക്കുമ്പോൾ ചിലപ്പോൾ 2 മണിയോ. അപ്പോൾ ഇവിടുത്തെ ഒരു 4-4:30 അങ്ങനെ ടൈം കിട്ടും. പിന്നെ രാവിലെ എണീറ്റ് വരുമ്പോൾ ചിലപ്പോൾ ഒരു ദിവസം മിനിഞ്ഞാന്ന് എണീറ്റ് വന്നപ്പോൾ ഇവിടുത്തെ എണീറ്റ് വന്നപ്പോൾ ഇവിടുത്തെ 5 മണിയായി. രാവിലെ 6 മണിക്ക് എങ്ങാട്ടാണ് കടത്തേത്. ബ്രോ ഇങ്ങനെ എപ്പോഴും ഓരോ നോവൽ വായിച്ചുകൊണ്ടിരിക്കും. അവൻ നോവൽ വായിച്ച് ബ്രോ ഇവിടുത്തെ വെളുപ്പിന് 6 മണിക്ക് കിടന്നിട്ട് വൈകുന്നേരം 5 മണിക്ക് എണീറ്റ് വന്നു. ഞാനന്ന് 1 മണിയായപ്പോൾ എണീറ്റ്. ഞാനന്ന് പക്ഷേ നേരത്തെ കിടന്നായിരുന്നു. ഇവിടുത്തെ 2 മണിയായപ്പോൾ കിടന്നിട്ട്. പക്ഷെ അങ്ങോട്ട് അന്ന് ഞങ്ങൾ വൈകിട്ട് വെളുപ്പിനെ മന്തിയൊക്കെ ഓർഡർ ചെയ്ത് കളിച്ച് വെളുപ്പിനെ 3 മണിക്കോ 3:30 കണ്ട് മന്തി വന്ന് നമ്മുടെ ഫുഡ് വരുന്നുണ്ട് ഗൈസ്. ആണ് ചിക്കൻ ഫ്രൈ, ഇത് ചിക്കൻ്റെ ഗ്രേവി, ഇത് സ്പൈസി ചിക്കൻ, ഇതും ചിക്കൻ. ഇതാണ് നമ്മൾ പറഞ്ഞത്. വലിയ പീസ് എടുക്കാനല്ല പറഞ്ഞത്, വലിയ പീസ് എടുക്കാനാണ് ഗൈസ്. എന്നെ കാണുന്നുണ്ടോ ബ്രോ? ഇല്ല, വലിയ പീസ് എടുക്കാനാണ് പറഞ്ഞത്. ടേസ്റ്റ് നോക്കട്ടെ ഗൈസ് ചിക്കൻ. അയ്യോ, തണുത്തോ കേട്ടോ, തണുത്തോ. പ്രത്യേകിച്ച് പറയാൻ പറ്റില്ല. ഇവിടെ ചെറിയ അത് എനിക്ക് ഇവരുടെ ഈ ടേസ്റ്റ് ഇഷ്ടപ്പെടത്തില്ലാത്ത. ഈ ഗ്രേവിയും കൂടെ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. എല്ലാം ഇവിടുത്തെ മസാലയുടെ ഒരു സവാളയുടെ ടേസ്റ്റ് നോക്കട്ടെ. സവാള കുഴപ്പമില്ല. ഈ സ്പൈസി ചിക്കൻ്റെ ടേസ്റ്റ് നമ്മൾ നോക്കട്ടെ. എന്നാ പീസൊന്നും ഇല്ലേ?
ദാറ്റ് ചട്നി Yeah. അവിടെ ഒരു ചട്നി ഉണ്ട് ഗൈസ്, അതൊന്ന് കഴിച്ചു. ഈ പൊറോട്ട ഒന്ന് കഴിച്ചു നോക്കട്ടെ ഇവിടുത്തെ. ആ പൊറോട്ടയ്ക്കല്ല ചൂടുണ്ട്. പൊറോട്ട കൊള്ളാം, പൊറോട്ട കൊള്ളാം ഗൈസ്. പൊറോട്ട ഈസ് ഗുഡ് ഗൈസ്, ഇറ്റ്സ് ടു മച്ച് ഗുഡ്. ബട്ട് ദിസ് സ്പൈസി ചിക്കൻ നമുക്കിവിടുന്ന് മസാലയൊന്നും അങ്ങോട്ട് പിടിക്കത്തില്ല. ഇതിൻ്റെ എനിക്ക് അങ്ങോട്ട് പിടിച്ചിട്ടില്ല ഗൈസ്. വേറെ നിവർത്തില്ല, നമ്മളിവിടെയായിട്ട് അഡ്ജസ്റ്റ് ആവാനേ ഉള്ളൂ. പിന്നെ നമ്മളവിടെ പോയാലും പിടിച്ച് നിൽക്കുക, അത് വേറെ കാര്യം. നമ്മളങ്ങനെ ഒരാൾക്കാരാണല്ലോ. അവിടുത്തെ ചട്നി വരുന്നുണ്ട്, ചട്നിയും കൂടെ സ്പൈസി Pudina spicy. ആ പുതിന ഇലയാണ് ഗൈസ്. ഇതും കൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഇത്രയും വന്നതിൽ ഏറ്റവും കൂടുതൽ സാധനം ഇതാണ്. അതെനിക്ക് അവിടെ ഇരിക്കുന്ന കണ്ടപ്പോഴേ തോന്നിയ ഗൈസ്, നമുക്ക് ഈ ചട്നിയോടൊക്കെ താല്പര്യമാണല്ലോ. നമ്മൾ ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കും നൈസാ. ചിക്കൻ എടുക്കും, നീ കഴിക്കട്ടെ ഗൈസ്. ചിക്കൻ കാണിച്ചു തരാം. കുറച്ച് ഗ്രേവി ഒഴിക്കുക ഇവിടുത്തെ. ഇത് ചിക്കൻ്റെ ഗ്രേവിയാണ്. ഒരു പീസ് പൊറോട്ട എടുക്കുക, എന്നിട്ട് വറുത്ത ഒരു ചിക്കൻ എടുക്കുക, വറുത്ത എന്നിട്ട് പൊറോട്ടയ്ക്കകത്തോട്ട് വെക്കുക. ആ ചാറിൻ്റെ കൂടെ ഇട്ട് വന്നൊരു പിടി. ഓക്കെ, അതുപോലെ ഒന്നും കൂടെ പൊറോട്ട നൈസ് കേട്ടോ, നല്ല ചൂടുമുണ്ട്. ഇനി സ്പൈസി ചിക്കൻ. വലിയ സ്പൈസി ഒന്നുമില്ല ഗൈസ്. നമ്മുടെ നാട്ടിലെ എരിവൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇതൊന്നും ഒരു സ്പൈസി അല്ല. ഇത് എരിക്കത്തില്ലാത്ത സ്പൈസിയാണ്. കളറ് കണ്ട എരിഞ്ഞു പുകയും തോന്നും അല്ലേ അല്ലേ ബ്രോ? പിന്നെ നമ്മുടെ ചട്നി മുക്കുക. ഗുഡ്. ആ ചട്നിയാണ് ഇതിനകത്ത് ഏറ്റവും വലിയ ഹൈലൈറ്റ് അല്ലേ. എന്നാ കഴിച്ച് ഞങ്ങൾ കഴിക്കട്ടെ, കഴിച്ചിട്ട് കാണാം ഇനി അല്ലേ ബ്രോ? ബ്രോയ്ക്ക് അതാ ഏറ്റവും ഇഷ്ടപ്പെട്ടെ ചട്നി. ആര് ചട്നിയൊക്കെ കോംപ്ലിമെൻ്ററി ആണ് ഗൈസ്. ചാറും നമ്മുടെ അടുത്ത പോലെ കോംപ്ലിമെൻ്ററിയാണ്. എന്നാ കഴിച്ച് ഞങ്ങൾ കഴിക്കട്ടെ. ഓക്കെ, ഇവിടുത്തെ ഒരു തട്ടുകട സെറ്റപ്പാണ് മലേഷ്യയിൽ. ഓക്കെ, ഇവിടുന്ന് ഫുഡ് കഴിച്ചിറങ്ങി ഗൈസ്. കൊള്ളായിരുന്നു, നല്ല ഫുഡായിരുന്നു. 18 റിങ്കറ്റ് ഗൈസ്, 18 റിങ്കറ്റ്. ഓക്കെയാണ്. ഇനി പതുക്കെ മെട്രോ ചെന്ന് അവിടുന്ന് കയറി പോകല്ലേ. മാളി കയറണം. ആവോ, ഓക്കെ, അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടോ മാളി കയറുന്നു. നല്ല ഫുഡായിരുന്നു ഗൈസ്, വലിയ സീനൊന്നും ഇല്ലായിരുന്നു. ഇനി നമ്മൾ വന്ന വഴിയെ പതുക്കെ അപ്പം അങ്ങോട്ട് നടക്കട്ടെ ഗൈസ്. എല്ലാം ഉണ്ടെങ്കിൽ കാണിക്കാം, എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ കാണിക്കാം ഗൈസ്. ഇങ്ങനെ ഈ സ്ട്രീറ്റിൽ കൂടെ ഇങ്ങനെ ഗൈസ് മെട്രോ പോകുന്നത് നല്ല രസമില്ലേ? ഈ ബിൽഡിങ് ഇത്ര ലൈറ്റ്, അതിൻ്റെ മേളിൽ കൂടെ മെട്രോ. വാവ്, വാട്ട് എ ബ്യൂട്ടി ഗൈസ്. അയ്യോ, ബ്രോ അങ്ങ് പോയേ. ഇതാണ് ഞാനിവിടെ നിന്ന് കഴിഞ്ഞാൽ ബ്രോയെ പോകേണ്ടടുത്തൊക്കെ ചെല്ലേണ്ടടുത്തൊക്കെ ബ്രോ ചെന്നിട്ട് വേണം റൂമിൽ ചെല്ലും. കുറച്ച് മുമ്പ് എൻ്റെ ഈ ബാഗായിട്ടാണ് പോയി. ഇതിനകത്ത് എൻ്റെ എല്ലാം ഇതുമായിട്ട് പോയി കഴിഞ്ഞാൽ ഞാനിവിടെ ഇനി ആരെങ്കിലും ഇറന്ന് കയ്യ കാലമൊക്കെ പിടിച്ച് എനിക്ക് റൂമിൽ ചെല്ലാൻ പറ്റുള്ളൂ. ബ്രോ പെട്ടെന്ന് മൈൻഡ് ഔട്ടായെങ്കിൽ ഞാൻ ബ്രോയിനെ ഒന്ന് കണ്ടുപിടിക്കട്ടെ. ഒരു പണത് അക്കോട് കിടപ്പുണ്ട്. പണതെന്നൊന്നും പറയാൻ പറ്റത്തില്ല, വണ്ടിക്കകത്ത് ആളുണ്ട്. വലിയ പണതട്ടൊന്നുമില്ല. എക്സോസ്റ്റ് ഇവിടെ നമ്മൾ റൂമിൽ ഇരിക്കുമ്പോൾ ചിലവന്മാർ പോകുന്നതാണോ. ഒരു വിൻറ്റേജ് ടൈപ്പ് ഒരു കാറുണ്ട്. സിറ്റി ഉണ്ടോ ഗൈസ്? അതൊരു 4 ഇഞ്ചിൻ്റെ ക്യാനാണ്. 4 ഇഞ്ചിൻ്റെ ക്യാനത് വെച്ചിട്ടുണ്ട്. ഒറ്റ പ്രാവശ്യം കണ്ടാൽ നമുക്ക് അതൊക്കെ മനസ്സിലാവും. ഇവിടെ മോഡിഫിക്കേഷൻ ചെയ്യില്ല. എത്ര സൗണ്ട് ചെയ്യണമല്ലോ, ആൾക്കാരുടെ ചെവിക്കലടിച്ചു പോകുന്ന പോലത്തെ സൗണ്ടിൽ പോയാലും ഒരു കുഴപ്പമില്ല, നോ പ്രോബ്ലം. അങ്ങനെയുള്ള കാര്യമൊന്നും ഇവിടെ ഒരു സീനില്ല. ഇത് EQ എന്ന് പറഞ്ഞൊരു ബിൽഡിംഗ് ഉണ്ടോ ഗൈസ്? നീലമായ വെട്ടം കുറച്ച് കാണിച്ചേരേ. നൈസല്ലേ? ഈ 2 ബിൽഡിങ്ങിനിടയ്ക്ക് കൂടെ ടിൻ ടവർ കാണാവേ. ടിൻ ടവറിൻ്റെ നൈറ്റുള്ള വ്യൂ കാണിച്ചു തരാം ഗൈസ്. അങ്ങോട്ട് നടക്കുമോ? കുറച്ചുണ്ടെന്ന് തോന്നുന്നു നടക്കാൻ. അയ്യോ, ഇതിലമ്മയും കുഞ്ഞിരിക്കുന്നു. എന്തായാലും കണ്ടാ റിച്ചാന്ന് തോന്നുമെങ്കിലും അയ്യോ ഗൈസ്, നമുക്കിവിടെ എന്തെങ്കിലുമൊക്കെ പരിപാടി സെറ്റ് ചെയ്യണം. ഇവിടെ പണിയെടുത്താൽ സേവിങ്സ് ഒന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ല, ഇത് സെറ്റിലാവാൻ പറ്റത്തില്ല. അതല്ല ഇവിടെ PR കിട്ടത്തില്ല ഗൈസ് ആർക്കും. പുറത്ത് ഇൻ്റർനാഷണൽസ് ഇവിടെ നിന്ന് എത്ര ആളെന്ന് പറഞ്ഞാൽ ഇവിടെ PR കിട്ടത്തില്ല. അല്ല അതുപോലെ ബിസിനസ്സൊക്കെ നടത്തി
എന്തെങ്കിലുമൊക്കെ പരിപാടി പണ്ട് ഇവിടെ ആൾക്കാർ കുടിയേറിയ തമിഴ്നാട്ടിൽ നിന്നും ചൈനയിൽ നിന്ന് ചൈനയായിട്ട് ഇവർ ഭയങ്കര ടൈപ്പാണ്. ചൈനക്കാർക്ക് ഇവിടെ ഭയങ്കര പ്രാധാന്യം. അത് നമുക്ക് കാണുമ്പോഴും മനസ്സിലാവും, അല്ലാത്തപ്പോഴും മനസ്സിലാവും. പിന്നെ ഇവിടെ ഇന്ത്യൻ മാർക്കറ്റ് എന്ന് പറഞ്ഞ സ്ഥലമാണ്. അവിടെ ഇന്ത്യക്കാർക്ക് തമിഴ് ഉള്ള ആൾക്കാരാണ് മൊത്തം. അവരവിടെ ഇഷ്ടം പോലെ ഇങ്ങനെ കടയിടുന്നുണ്ട്. അങ്ങോട്ട് പോലീസോ ആരും കയറത്തില്ല. അതിന് അവർക്ക് വേണ്ടി വിട്ടു കൊടുത്തേക്കോ. പിന്നെ ഇവിടെ ഒന്നാമത്തെ കാര്യം രാജഭരണം. ഇവിടെ രാജാവുണ്ട്, പുള്ളിയുടെ ഭരണം ഇവിടെ. ഗവൺമെൻറ്റും ഉണ്ട്, ഗവൺമെൻറ് ഇല്ലെന്ന് പറയുന്നില്ല, ഗവൺമെൻറ്റും ഉണ്ട്. ഇപ്പോൾ ഗവൺമെൻറ് എന്തെങ്കിലും തീരുമാനം എടുക്കുന്നതിന് രാജാവിനോട് ചോദിക്കണം, രാജാവ് പറയണം. രാജാവിൻ്റെ വീടൊക്കെ ഉണ്ട്. പിന്നെ രാജാവിൻ്റെ എന്തോ ഇങ്ങനെ കുറേ കഥകളൊക്കെ ഉണ്ട്. രാജാവിൻ്റെ കുറേ കാലമായിട്ട് സിഗരറ്റ് ആഷ്ട്രയുണ്ട്. പുള്ളിയുടെ ഒരു ആഷ്ട്ര കുറേ കൊല്ലങ്ങളോളം എന്നിട്ട് ഇവിടുത്തെ ഒരു മ്യൂസിയത്തിൽ അത് പുള്ളി കൊടുത്ത് എന്ന് പറഞ്ഞാൽ മൊത്തം ഡയമണ്ട്സ് കൊണ്ടുള്ള ഒരു സിഗരറ്റിൻ്റെ ആഷ്ട്ര. അങ്ങനെ ആഷ്ട്രയാണോ വേറെ എന്തോ അങ്ങനെ എന്തോ ഒരു സ്കീമാണ്. അതിന് കോടികൾ മൂല്യമുണ്ടെന്നാണ് പറയുന്നത്. അതിപ്പോൾ മ്യൂസിയത്തിൽ പുള്ളി കൊടുത്തേക്കും, അവിടെ ഇരുന്നാട്ടെന്ന് പറഞ്ഞ മ്യൂസിയത്തിന് കൊടുക്കും. അങ്ങനെ ഒരുപാട് കഥകളുണ്ട് ഗൈസ്. എന്നിട്ട് 2-3 ദിവസമേ ആയുള്ളൂ എനിക്ക് കുറച്ച് ഹിസ്റ്ററിയൊക്കെ ഇവിടുന്ന് പഠിക്കാൻ പറ്റി. അയ്യോ ബ്രോ എന്തി ബ്രോ ഫോൺ ചെവി വെച്ചേ, വീട്ടിലാണെന്ന് തോന്നുന്നു. ബ്രോ ഒരു പ്രത്യേക ടൈപ്പാണ്. വ്ളോഗ് കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ. പക്ഷേ ബ്രോയ്ക്ക് വിശന്ന് കഴിഞ്ഞാൽ ബ്രോ ഒന്നും നോക്കത്തില്ല. ഇപ്പോൾ കഴിച്ച 18 റിങ്കറ്റ് ആയുള്ളൂ, വലിയ പൈസയായില്ല, കുഴപ്പമില്ല. അത്യാവശ്യം വയറൊന്നും അറിഞ്ഞ് എത്ര കാലമാണോ എന്തോ എല്ലാം നല്ല രീതിയിൽ നടന്നാൽ മതി, അത്രേ ഉള്ളൂ. യെസ്, ഈ ടീഷർട്ട് അങ്ങോട്ട് ഫോട്ടോ എടുത്തിട്ട് എറിക്കുന്നില്ല. ആടെ നേരത്തെ കണ്ട അക്കോട് പോകും. ടിൻഡോർ എന്ത് ചെയ്യും? ടിൻഡോർ തപ്പി ഇറങ്ങിയ ടിൻഡോർ ഞാൻ കണ്ടായത്. അതിങ്ങനെ പൊങ്ങി നിൽക്കുന്നതുകൊണ്ട് കാണാം. ഇന്നത്തെ പരിപാടികളെ വെച്ച് ഞങ്ങൾ നിർത്തുകയെന്ന് വെച്ചാൽ ഞങ്ങൾ മെട്രോ കയറി തിരിച്ചു പോവുക. ഇപ്പോൾ തിരിച്ചു പോകാമല്ലേ ബ്രോ? ബ്രോയൊക്കെ അത്യാവശ്യം ക്ഷീണിച്ച്. ടിൻഡോർ ഒരു ദിവസം ടിൻഡോറിനെ മണ്ടയ്ക്ക് കയറണമല്ലേ അല്ലേ? ടിൻഡോറിനകത്ത് അതെന്തോ അതിനകത്തെന്തോ മ്യൂസിയം പോലെ അങ്ങനെ എന്തോ ആയിരുന്നു തോന്നുന്നില്ല. അതെന്നാ സംഭവം ഇല്ലേ ടിൻഡോറിൻ്റെ അകത്ത്? എന്തോ ഇങ്ങനെ അതിനകത്ത് കാണാൻ കുറച്ച് സാധനങ്ങളുണ്ട്, മ്യൂസിയം പോലെ. എന്തോ വീഡിയോ ഞാൻ കണ്ടായിരുന്നു. ഈ മെട്രോ ഇതല്ലേ? ഇതാണ് കേസ് മെട്രോ. അയ്യോ തമ്മനയിലെടുക്കാൻ മറന്നു. ഇങ്ങനെ വീഡിയോ സ്ക്രീൻഷോട്ട് എടുക്കാം. ഞങ്ങൾ മെട്രോ കയറട്ടെ ഗൈസ്. ഗൈസ് ഈ വ്യൂ നോക്കി, ഇത് കിടിലം വ്യൂ ഗൈസ്, ഒരു രക്ഷയില്ല. EQ ടവറിൻ്റെ വാവ്, ഇതൊരു രക്ഷയില്ലാത്ത വ്യൂ കേട്ടോ. ഈ സ്റ്റെപ്പ് കയറി വരുമ്പോൾ കറക്റ്റ് ഒരു വ്യൂ. അതുകൊണ്ട് നമുക്ക് മെട്രോ കുറച്ചും കൂടെ കഴിഞ്ഞ് ഇല്ലെന്നാണ് ഗൈസ് പറയുന്നത്. കിട്ടുന്ന മെട്രോയിൽ കയറിയിട്ടുണ്ട്. നമ്മളിവിടുന്ന് ബുക്കറ്റ് ടാങ്കിൽ നിന്ന് പോവാണ്. പോയുണ്ട് അവിടെ ഇരിപ്പുണ്ട്. ഇത് 11:50 വരെ മെട്രോ ഉള്ളൂ. അതിനുള്ളിൽ ഇറങ്ങിയില്ല, പണി പാടും. അപ്പോൾ 11:50 കഴിഞ്ഞ് പിന്നെ മെട്രോ ഇല്ലെന്നാണ് അറിയത്തില്ല. അപ്പോൾ നമ്മൾ നേരത്തെ ഇറങ്ങിയ സ്റ്റേഷനിൽ അവിടെ നമുക്ക് മെട്രോ കിട്ടി റൂമിൽ ചെല്ലാൻ പറ്റുമോ? ഓക്കെ എന്നാൽ കിട്ടും. അപ്പോൾ പറയുന്നത് കിട്ടുമെന്നാണ് നമുക്ക് കണ്ടറിയാൻ. ഓക്കെ, ഒരു സംഭവം കാണിച്ചു തരാം. മെട്രോ സ്പീഡിൽ പോകുമ്പോൾ ശ്രദ്ധിച്ചോളെ, ആ ഒറ്റ ഒരു ബോഗി മാത്രം ഒരു സൈഡിലോട്ടായി പോവേ. ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ പറ്റും കഴിച്ച്. ആ ഒറ്റ ബോഗി മാത്രം ഇങ്ങനെ ഇളകി ഷെയ്ക്കായിട്ട്. ഇതിപ്പോൾ നല്ല സ്പീഡിലാണ് കഴിച്ച് മെട്രോ പോകുന്നത്, നല്ല സ്പീഡ്. ഇപ്പം രാത്രിയാണ് നമ്മൾ ചില ലൊക്കേഷൻ എത്തുമ്പോൾ നല്ല സ്പീഡിലാണ്. ഇതിപ്പം ഇത് നിർത്തിയിട്ട് സ്റ്റേഷനിൽ നിന്ന് എടുക്കാവുന്നവരൊരു പോക്കുണ്ട്. വളയുന്നുണ്ടോ? വളയോ ഇങ്ങനെ ശരിക്കും ഇങ്ങനെ കയറി ചെയ്തെടുക്കും. നമ്മുടെ സ്റ്റേഷനകത്തെ കേസ് ഇപ്പോൾ ഇതെവിടെ എത്തി? ആ KL സെൻട്രൽ അവിടെ നമുക്ക് ചെല്ലണ്ട. KL സെൻട്രൽ KL സെൻട്രലിൻ്റെ അവിടെ ചെല്ലണം. നമ്മളിപ്പോൾ അവിടെ അയ്യോ ഇതന്നെ ഇതിൻ്റെ സ്ക്രീനൊന്നും വർക്കിംഗ് അല്ല ബ്രോ. ഇതിൻ്റെ സ്ക്രീൻ വർക്കിംഗ് അല്ലേ? അല്ലല്ലോ. അവിടെയാ? ഇവിടെയായിരുന്നു. ഇവിടെ സ്റ്റിക്കർ മാത്രമേ ഉള്ളൂ. ഓക്കെ നൈസ്. KL സെൻറ്ററിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ ഈ വാതിൽ തുറക്കാനായിട്ട് വെയിറ്റിങ്ങിലാണ്. ഇനി ഇവിടെ നിന്ന് കുറച്ച് നേരം വേർത്ത് കുടിക്കാം. ഈ പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് അടുത്തത്. പോകേണ്ടതൊന്നും ഇതിനകത്തില്ലല്ലോ. മാപ്പൊക്കെ നോക്കി കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് പോകാനുള്ള ഇവിടെ ഇതിനകത്തില്ല. അപ്പോൾ നമ്മൾ അപ്പുറം പോകാം.
വേറെ പ്രൊനൗൺസിയേഷനൊക്കെ വേറെയാണ് ഗൈസ്. അത് ഏതാ പ്ലാറ്റ്ഫോം? 5 ഇത് 2 കണ്ടന്റ് കിട്ടിയേ. ഞാൻ ഈ കാർഡ് ടാപ്പ് ചെയ്തിട്ടില്ലേ, കാർഡ് ഇങ്ങനെ ടാപ്പ് ചെയ്ത് പോകാൻ വേണ്ടി ഇത് തുറന്ന്, അപ്പോൾ നമുക്ക് ഇവിടം വരെ വന്ന പൈസ ഇതിനകത്തൊന്ന് പോയി, ഡെബിറ്റായി പോയി. എന്നിട്ട് ഇത് തുറന്നിട്ട് ഞാനിങ്ങനെ നടന്ന് കയറാൻ നേരമില്ലേ എൻ്റെ കാർഡ് ഇതിനകത്ത് തുറക്കി. എന്നിട്ട് കാർഡ് എനിക്ക് എടുക്കാൻ പറ്റില്ല. ഇത് ഇത്ര 1-2 സെക്കൻഡേ തുറക്കത്തുള്ളൂ വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ എനിക്ക് കാർഡ് എടുക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ നിന്നപ്പോഴത്തേക്ക് അടഞ്ഞു പോയി. പിന്നെ കാർഡ് വെച്ചിട്ട് തുറക്കുന്നില്ല. ഇത് ചെയ്തുകൊണ്ടാണ് വേണ്ട ഇൻവാലിഡ് കാർഡാണ്. അതിന് ഒരു പ്രാവശ്യം അറ്റൻഡ് ചെയ്തത് ഓപ്പണായി എൻ്റെ പൈസയും പോയി, ഡെബിറ്റായി പോയി. ഇനിയിപ്പോൾ ഞാൻ ഇത് ഇവിടെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ അസിസ്റ്റൻസിന് വല്ലതും ഉണ്ടെങ്കിൽ ഈ ബട്ടൺ ഞെക്കിയാൽ മതി. ഞാൻ 5-6 പ്രാവശ്യം ഞെക്കി, ഇവിടെ ആരും വരുന്നില്ല. പക്ഷെ താഴെയൊക്കെ ഇപ്പോൾ പോലീസൊക്കെ ഉണ്ട്, ഇവിടുത്തെ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ താഴെ ഞങ്ങൾ അവരോട് ഒന്ന് ചോദിച്ചപ്പോൾ അവരാ പറഞ്ഞു ഇതുവഴി എക്സിറ്റ് ആയിട്ട് അപ്പുറം ഇത് കയറണ്ടേന്ന്. ഇപ്പോൾ 11:50 വരെ ട്രെയിനുള്ളൂ, ഇപ്പോൾ 11:40. പ്രോ കയറിപ്പോയി, ബട്ട് എനിക്ക് കയറാൻ പറ്റുന്നില്ല. ഇത് വേണേൽ ചാടിക്കിടന്ന് ഈ സയറിനെല്ലാം അടിക്കും, ക്യാമറയാവും, ചിലപ്പോൾ കേസാവും. അപ്പോൾ ഓരോരോ വള്ളി. അപ്പോൾ മലേഷ്യയിലെ ആദ്യത്തെ വള്ളി അവിടെ നിന്ന് ഇച്ചേരെ നോക്കാൻ മേലെ ബ്രോ. ഇവിടുന്ന് ചെല്ലുമ്പോൾ തന്നെ ആ താഴെ ചെല്ലുന്ന അവിടെ തന്നെ അല്ല കൗണ്ടർ. അതവിടെ വിളിച്ചാൽ മതി, വരൂലോ. പൊട്ടങ്ങണാപ്പൻ ഞാൻ തന്നെ ഇപ്പോൾ ട്രെയിൻ കിട്ടത്തില്ല. ഇനിയിപ്പോൾ ക്രാബ് വിളിച്ച് പോകേണ്ടി വരും. ട്രെയിൻ കിട്ടിക്കഴിഞ്ഞാൽ 2-3 ടിക്കറ്റ് കൊടുത്താൽ മതി, സുഖമായിട്ട് എസിക്കത്തിരുന്ന് പോവുകയും ചെയ്യാം. ഇനിയിപ്പോൾ താഴെ ചെന്ന് പറഞ്ഞു നോക്കട്ടെ. ഒന്ന് ചൂടാണെന്ന് മതിയോ ഗൈസ്, ഒരു രക്ഷയില്ല. ഇവിടെ ചെന്ന് ചോദിച്ചു നോക്കട്ടെ ഗൈസ്. ആ ഗേറ്റ് വഴി പുറത്തെടുത്ത് ബ്രോ. ഇന്ന് ബ്രോയെ എവിടെ? ബ്രോയെ കാണുന്നില്ല. ഈ പൊട്ടനെ എവിടെ പോയി കിടക്കും? എങ്ങോട്ടാ? മെട്രോ ഉണ്ടോ? ബ്രോ എന്നെ ഇങ്ങനെ പേടിച്ച് നിൽക്കുന്നത്? പുള്ളിക്കാരി വന്ന് ഞാൻ താഴെ പോയി ടാപ്പ് ചെയ്ത് പുള്ളിക്കാരി ഇല്ലേ അവിടെ നിന്ന് എൻ്റെ നിന്ന് കാർഡ് മേടിച്ചിട്ട് പുള്ളിക്കാരിയുടെ സൈഡിൽ നിന്ന് ടാപ്പ് ചെയ്തു. അന്നേരം തുറന്നു. എന്നിട്ട് ഇവിടെ വന്ന് ടാപ്പ് ചെയ്തപ്പോൾ തുറന്നു. ഒന്ന് എൻട്രി ആയി കഴിഞ്ഞാൽ പിന്നെ അവിടെ തന്നെ പിന്നെ എൻ്റർ ആവത്തില്ല. അങ്ങനെയുണ്ട്. അപ്പം അങ്ങനത്തെ കുഴപ്പങ്ങളൊക്കെ ഉണ്ട്. കുറേ പൈസ പോയി. എത്ര? കുറേ പൈസ പോയി കാണുമല്ലോ. ഇല്ല അല്ല ഇവിടെ ഇപ്പോൾ 2 പ്രാവശ്യം ടാപ്പ് ചെയ്തില്ല. അന്നെന്താ ആ പൈസ പോയി? ഇതിപ്പോൾ എവിടുന്ന മെട്രോ കയറുന്നു? മെട്രോ ഇല്ലേ? ഇനി ഉണ്ട്. KS സെന്ററിൽ പോകാനല്ലേ? പിന്നെ എവിടെ KS സെന്റർ? അയ്യോ KS സെന്റർ. പുള്ളിക്കോരി ഭയങ്കര കലിപ്പ് എൻ്റെ അടുത്ത് വന്നിട്ട്. യു അണ്ടർസ്റ്റാൻഡ്. പുള്ളിക്കാരി ഭാഷ നമുക്ക് അത്ര പിടി കിട്ടത്തില്ല. ഇംഗ്ലീഷ് ആണെങ്കിലും പറയുന്നതിൽ അവരുടെ ഒരു സ്ലാങ് ഒക്കെ ചേർന്നൊക്കെ ആയിരുന്നു. ഓക്കെ ചിലർ കറക്റ്റായിട്ടാ. നിങ്ങൾ ആരും ഇല്ലല്ലോ. ആ മെട്രോ ക്ലോസ് ആയല്ലേ? അപ്പോൾ എക്സിറ്റ് അടിക്കുക. നടക്കണം എന്തോരം ഉണ്ട്? നടക്കാൻ പറ്റില്ല. അതിന് 6 കിലോമീറ്റർ അല്ലേ പോവാം? നടക്കാം. അപ്പുറത്തോട്ട് ക്ലോസ് ചെയ്തോട്ടെ. നടക്കാൻ പോവാ. അതല്ല അപ്പുറത്തെ സൈഡിൽ മെട്രോ കയറാൻ പറ്റും. നടക്കാൻ പോറോ? ഇതൊക്കെ തന്നെ ഒരു സീനുള്ള കാര്യമില്ല. 6 കിലോമീറ്റർ വരും. നമ്മൾ വലിയ മലയൊക്കെ ട്രക്ക് ചെയ്യുന്ന അന്നേരം 6 കിലോമീറ്റർ. അത് നേരെ ഉള്ള വഴി. വീട് എക്സിറ്റ് ആട്ടെ. നോക്കട്ടെ ഗൈസ് എന്നാ സംഭവം. ഇതല്ലേ ഇതിൻ്റെ വലുത്. ഇതിൻ്റെ ഉരി പിടിച്ച് അകത്തിടായിരുന്നാൽ മതി, വേറെ കുഴപ്പമൊന്നും. ആ പുള്ളിക്കാരിയാണ് മുട്ടം കലിപ്പ്. ആദ്യം ഞങ്ങളൊന്ന് ചെന്ന് ചോദിച്ചു ഇത് എവിടെ ഇരുന്നാ കയറണ്ടേന്ന്. അന്നേരം പുള്ളിക്കാരി പറഞ്ഞു തന്നു. പിന്നെ ഞാൻ ചെന്ന് ഒന്നും കൂടെ എൻ്റെ കാർഡ് ബ്ലോക്കായി എടുക്കുന്നില്ലെന്ന് പറഞ്ഞു. എന്നിട്ട് ഒരു പ്രാവശ്യം എൻട്രി ആയിടത്തോളം പിന്നെ എൻട്രി ആ സെക്കൻഡിൽ പറ്റത്തില്ല. അപ്പോൾ പുള്ളിക്കാരി അവിടെ പോയി പുള്ളിക്കാരി എക്സിറ്റ് ആവുന്നിടത്തോടെ ഒന്ന് ടാപ്പ് ചെയ്തപ്പോൾ ഓക്കെ. പിന്നെ വേളയിൽ വന്ന് പുള്ളിക്കാരി എന്നെ കുറേ പറഞ്ഞിട്ട് യു അണ്ടർസ്റ്റാൻഡ് ഒന്ന് ഗോ. അതെ എവിടെ നിന്നാ? ഒന്നപ്പുറം സൈഡിൽ പോകാം. എന്നാൽ ഓക്കെ ഗൈസ്. ഇന്ന് എത്ര രൂപ ഇതിനകത്ത് നഷ്ടമായിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നത്. അതിപ്പോൾ ബാലൻസ് അവിടെ ടാപ്പ് ചെയ്യുമ്പോൾ കാണാം ഗൈസ്. പിന്നെ വള്ളിയൊക്കെ ആണ്. ഫോണിൻ്റെ പുറകെ വെച്ചാൽ മതി. അതായിരുന്നു എളുപ്പം. അങ്ങനെ ഫോണിങ്ങനെ വെച്ചിട്ട് അന്നേരം തന്നെ എടുക്കുക. ഇനി അപ്പുറത്തെ മെട്രോ ചെല്ലട്ടെ ഗൈസ്. പെട്ട് ഗൈസ്. ഒരു നടപടിയില്ല. മെട്രോ പോവും. ഒരു 10 മിനിറ്റും കൂടെ വെയിറ്റ് ചെയ്താൽ മെട്രോ പോവും. മെട്രോയുടെ ഇടം വരെ നടന്നേലാണ് 10 മിനിറ്റ്.
700 മീറ്റർ ഉണ്ട്. ഒരു 10-15 മിനിറ്റ് എടുക്കും നടന്നതല്ലേ. പിന്നെ നമുക്ക് ഇവിടുന്ന് റൂമിലോട്ടുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുമ്പം ബൈക്കിലാണെങ്കിൽ 13, നടക്കാനാണെങ്കിൽ 10, കാറിനാണ് എത്ര കിലോമീറ്റർ കാണിക്കുന്നത്? ലാഗാണേ. കാറിലാണെങ്കിൽ അത്രയൊക്കെ, നടക്കാൻ 10, ബൈക്കേ പോകും. ബ്രോയെ ചോദിക്കാൻ താഴെ വിട്ട് ബ്രോ അതുപോലെ തിരിച്ചു കയറി വന്ന്. ഞാൻ അവിടെ വരെ എത്തിയപ്പോൾ പുള്ളി ഇല്ലേ, ഞാൻ അവിടെ വരെ നോക്കി. ആ സമയത്ത് ആ പുള്ളിക്കാരി അവിടെ ഇല്ലായിരുന്നു. ഞാൻ ചെന്നപ്പം ഞാൻ ആദ്യം പുള്ളിക്കാരിയോട് ചോദിച്ചേ, ഇതിപ്പം പച്ച കത്തുന്നില്ലല്ലോ. എന്നാലും നമ്മുടെ ക്രാബ് വരട്ടെ ഗൈസ്. ക്രാബിനകത്ത് കയറിയിട്ടുണ്ട്. ഇവിടെ നിന്നുള്ള വ്യൂ നോക്ക് ഗൈസ്, കൊള്ളാല്ലേ. പൊക്കോണ്ടിരിക്കുക, ഇതിലേക്കോ പോകുന്നതെന്നൊരു പിടിയില്ല. എങ്ങോട്ടൊക്കെയോ പോകുന്നുണ്ട്, എങ്ങോട്ടൊക്കെയോ ചെല്ലുന്നുണ്ട്. നമ്മൾ നടക്കുന്ന വല്ല വഴിയും ചെല്ലുന്നുണ്ടോ എന്ന് ഞാൻ ഇങ്ങനെ നോക്കുമായിരുന്നു. പക്ഷെ എങ്ങും ആയില്ലെന്ന് തോന്നുന്നു. എവിടെയൊക്കെ എത്തിയിട്ടുണ്ട്. നമ്മുടെ അപ്പാർട്ട്മെൻ്റ് ഒന്നും എത്താറായില്ലെന്ന് തോന്നുന്നു. കുറച്ചും കൂടെ ഉള്ളെന്ന് തോന്നുന്നു. ഈ ടവർ നോക്ക്, കൊള്ളാല്ലേ. ഇതൊക്കെ എന്നാ സാധനമാണോ? ഇതൊക്കെ എത്ര നാളും കൊണ്ട് ഉണ്ടാക്കിയതാണോ എന്തോ. എവിടെയൊക്കെ എത്തിയിട്ടുണ്ട്. ഇത് ബാങ്കാണ് ഗൈസ്. ബാങ്കിൻ്റെ ബിൽഡിംഗ്. ഇവിടെ ഒട്ടുമിക്ക എല്ലാ വലിയ ബിൽഡിങ്ങും ബാങ്കായിരിക്കും. അങ്ങനെ ഒരു സംഭവമുണ്ട്. ഓക്കെ, നമ്മൾ മലേഷ്യയിൽ ഒരു ടോളിലെത്തി ഗൈസ്. എന്നാ സംഭവം? ടാപ്പ് ടച്ച് ആൻഡ് ടാപ്പ്, അത്രയുള്ള പരിപാടി. ടാപ്പ് ചെയ്ത് പോയി. അങ്ങനെ നമ്മൾ മലേഷ്യ വന്നിട്ട് ഒരു ടോള് കടന്നേക്കുവാണ്. ഇനി നേരെ എങ്ങോട്ടെങ്കിലും, ഇനി നേരെ റൂം. പക്ഷേ ഈ വഴിയൊന്നും മനസ്സിലാവുന്നില്ല. ഇങ്ങനെ ക്രാബ് പിടിച്ച് പോകുന്നതിലൊരു പരിപാടിയുണ്ട്. കണ്ടിട്ടില്ലാത്ത കുറേ വഴികളാണ്. പക്ഷെ അങ്ങനെ പഠിക്കാൻ പറ്റില്ല. ഒന്നെങ്കിൽ നമ്മൾ തന്നെ വണ്ടിയെ പോകണം. മെട്രോ കയറി പോയിട്ട് ചാനൽ അയ്യോ. അങ്ങനെ നമ്മളെ ബ്ലോക്കിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. നമ്മുടെ ബ്ലോക്ക് M ആണ്. ഇവിടെ ഇതുപോലെ ഇഷ്ടം പോലെ ബ്ലോക്കുണ്ട്. ഞാൻ ഇതിൻ്റെ ഒരു ഒറ്റ വീഡിയോ ആയിട്ട് ഇടാം, അല്ലേ ബ്രോ? നമ്മുടെ ഈ അപ്പാർട്ട്മെൻറ്റിന് മാത്രം ഒറ്റ ഒരു വീഡിയോ ആയിട്ട് ഇടാം. അപ്പോൾ ഇന്നത്തെ പരിപാടി ഇതൊക്കെ ഉള്ളൂ. ഇനിയിപ്പോൾ റൂമിൽ ചെന്നൊന്ന് ഫ്രഷ് ആവുക, കിടക്കുക, AC ഇടുക. ഓക്കെ, അപ്പം അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ഗൈസ്. ബൈ.